Good morning everyone. Welcome to Ada 24/7 Malayalam channel. This is Rindu Sebastian and welcome to the Hindu Editorial Analysis of 31st March 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതുപോലെ ആർട്ടിക്കിൾസിൽ വന്നിരിക്കുന്ന ഇംഗ്ലീഷ് വൊക്കാബ് ഏതൊക്കെയാണ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെഷൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, നമ്മൾ റെഗുലറായിട്ട് പോകുന്ന സെഷനാണ് മൺഡേ ടു സാറ്റർഡേ. അപ്പോൾ ഇന്നലെ നമ്മൾ വരാൻ പറ്റിയില്ല, എനിക്ക് ഇന്നലെ ഭയങ്കര തലവേദനയായിരുന്നു. സ്ക്രീനൊക്കെ എടുത്ത് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്യാനൊക്കെ നോക്കിയതാണ്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഭയങ്കര തലവേദന. അപ്പോൾ ഞാൻ വിചാരിച്ചു ലെറ്റ് മീ ടേക്ക് എ ബ്രേക്ക്, അടുത്ത ദിവസം ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നലത്തെ എഡിറ്റോറിയൽ മിസ്സായി. എനിവേ ഐ വിൽ മേക്ക് ഇറ്റ് അപ്പ് ടു യു. നമുക്കത് അടുത്ത ദിവസം അതിൻ്റെ വൊക്കാബൊക്കെ വെച്ച് ഞാൻ ക്വിസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് തരാം കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് സാറ്റർഡേയ്സിൽ തരാം. ഓക്കെ, സോ അപ്പോൾ ഇന്ന് രണ്ട് ആർട്ടിക്കിൾ വരുന്നു. അപ്പോൾ നമ്മൾക്കറിയാം ഡെയിലി നമ്മൾ 2 ആർട്ടിക്കിൾ അനലൈസ് ചെയ്യും. അതിൽ ഒരു ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു. അതിൽ ആർട്ടിക്കിളുടെ ടോൺ എന്താണെന്നൊക്കെ നോക്കുന്നു. എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ് ആണ് ഇത്, എഡിറ്റോറിയൽ സെഷൻ അനാലിസിസിൻ്റെ ക്ലാസ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഗ്രാമർ സ്ട്രക്ചേഴ്സ് പഠിച്ചെടുക്കാം, ഇംഗ്ലീഷ് വൊക്കാബ് എല്ലാ എക്സാംസിനും, കോമ്പറ്റേറ്റീവ് എക്സാംസിനും, അതിപ്പോൾ ബാങ്കിങ് എക്സാം ആയിക്കോട്ടെ, SSC എക്സാം ആയിക്കോട്ടെ, നിങ്ങൾക്ക് UPSC ലെവലിലാണ് RC ചോദിക്കുന്നത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് SSC എക്സാംസ് ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാംസോ സ്റ്റേറ്റ് എക്സാംസോ ഏതും ESIC ഏത് എക്സാംസ് എടുത്താലും വൊക്കാബ് ചോദിക്കുന്നത് എപ്പോഴും ഈ പറയുന്ന ഹിന്ദു എഡിറ്റോറിയൽ നിന്നാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് പഠിച്ചു പോവുക, ഡീറ്റെയിൽ ആയിട്ട് വൊക്കാബൊക്കെ. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുവാണേ, നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ അറിയാം, നമ്മൾ ഡെയിലി ആർട്ടിക്കിളിലോട്ടല്ല, നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ കോട്ട് പറയുന്നു, അതിനുശേഷം നമ്മുടെ ആർട്ടിക്കിൾസ് ഏതൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു, അതിനുശേഷം നമ്മുടെ 1 വേർഡ്സ് ഉണ്ടെങ്കിൽ 1 വേർഡ്സ്, ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോകും. അതിനുശേഷം സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് ദി ഡേ ഡിസ്കസ് ചെയ്യുന്നു ഡീറ്റെയിൽ ആയിട്ട്, ആൻഡ് ടോൺ ഓഫ് ദ ആർട്ടിക്കിൾ നോക്കുന്നു. എന്നിട്ട് നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റനിലോട്ട് പോകുന്നു. സോ ലെറ്റ് സ്റ്റാർട്ട്. തുടങ്ങാം അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഡബിൾ വാലിഡിറ്റി ഓഫർ ഉള്ള കാര്യം മറക്കണ്ട. മന്ത് എൻഡ് ഓഫറാണ്, ഇറ്റ്സ് നോട്ട് മന്ത് എൻഡ്. നമ്മൾ പറയില്ലേ ഇതുപോലെ നമ്മൾ എന്താ ഇയർ എൻഡിങ് എന്നൊക്കെ പറയും അല്ലേ. ഇക്കണോമിക് ഫേസിലൊക്കെ ഈ കണക്ക് ഓഡിറ്റിംഗ് ഒക്കെ വരുന്ന ഈ ഒരു സമയത്താണ്, മാർച്ച് മാസം അവസാനം എന്ന് പറയുമ്പോൾ ഒരു കണക്കെടുപ്പൊക്കെ വരുന്ന ഒരു ടൈമാണ്, ഓഡിറ്റിംഗ് ടൈമൊക്കെയാണ്. സോ ഈ ഒരു ടൈമിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളെല്ലാത്തിനും ഒരു അല്ലേ, എല്ലാത്തിൻ്റെ അവസാനം നമ്മൾ ചെയ്ത ഒരു അക്കാഡമിക് ഇയറോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇയറിൻ്റെ കംപ്ലീറ്റ് നമ്മൾ ഒന്ന് എന്താ പറയുക, നമ്മൾ അതിനെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്യുന്നൊരു ടൈമാണ്. സോ ഇപ്പം നമുക്ക് ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ടോട് കൂടാതെ നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റി ഉണ്ട് എല്ലാ കോഴ്സുകൾക്കും. ഇപ്പോൾ നമുക്ക് ഒരുപാട് കോഴ്സുകളുണ്ട്. ബാങ്കിങ് കോഴ്സുണ്ട്, നമ്മുടെ യജ്ഞ എന്ന് പറഞ്ഞ ബാങ്കിങ് ഫൗണ്ടേഷൻ കോഴ്സുണ്ട്, ESICയുടെ SSO കോഴ്സുണ്ട്, അതുപോലെ ഇംഗ്ലീഷ് പ്രോ നമ്മുടെ മാറ്റി വെച്ചായിരുന്നു കേട്ടോ, അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ കോഴ്സെങ്കിൽ അത്, SSCയുടെ കോഴ്സെങ്കിൽ അതുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 50 ഡേയ്സിൻ്റെ 10th പ്രിലിംസിൻ്റെ ക്രാഷ് കോഴ്സ് ഉണ്ട്, RRC ഗ്രൂപ്പ് ഡിയുടെ എക്സ്പ്രസ് ബാച്ച് ഉണ്ട്. അപ്പോൾ മറക്കണ്ട, കോഡ് Y314 എന്ന കോഡ്, Y314 എന്ന കോഡ്, ഫാക്കൽറ്റി കോഡ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ടോട് കൂടി ഡബിൾ വാലിഡിറ്റി ഓഫർ എല്ലാ കോഴ്സുകൾക്കും എല്ലാ ടെസ്റ്റ് സീരീസിനും ഒക്കെ കിട്ടും കേട്ടോ. മഹാപാക്ക് ആണെങ്കിൽ മഹാപാക്കിനും കിട്ടും. എല്ലാത്തിനും ഡബിൾ വാലിഡിറ്റി ഓഫർ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ ESIC SSO ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഏപ്രിൽ 7 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 3 ക്ലാസ്സുകളാണ് ഡെയിലി പോകാൻ പോകുന്നത്. 11 മണി മുതൽ 12, 3 മുതൽ 4, 5:30 മുതൽ 6:30 അങ്ങനെയുള്ള 3 ലൈവ് ക്ലാസ്സുകൾ ഡെയിലി പോകും. അപ്പോൾ വർക്കിംഗ് ഒക്കെ ആയ ആൾക്കാരാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഇതേ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സിനും കൂടെ നമ്മളുണ്ടാവും. അപ്പോൾ പ്രിലിമിനറി ബാച്ചാണ്, നമ്മളിപ്പം പ്രിലിമിനറി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ 3 സബ്ജക്ട്സേ ഉള്ളൂ, ഇംഗ്ലീഷും മാത്സും റീസണിങ്ങും. ഓക്കെ, അതുപോലെ RRC ഗ്രൂപ്പ് ഡിയുടെ എക്സ്പ്രസ് ബാച്ച് വന്നിട്ടുണ്ട്. 12 സ്റ്റാർട്ട് ചെയ്യും. 3 ക്ലാസ്സുകൾ, 1.5 മണിക്കൂറിൻ്റെ 3 ക്ലാസ്സുകൾ, 9 മുതൽ 10:30, 11:30 മുതൽ 12:30, 9 മുതൽ 10:30 രാത്രി. അങ്ങനെ 3 ക്ലാസ്സുകളായിരിക്കും പോകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ മറക്കണ്ട, ജോയിൻ ചെയ്യുക കേട്ടോ. ക്ലോസിംഗ് ഡേ, ക്ലോസിംഗ് ഡേ ആണല്ലേ. ഹെൽത്ത് ഒക്കെ ഓക്കെ ആയി, ഹരി ഓക്കെ ആയിട്ടിരിക്കുന്നു. തലവേദനയായിരുന്നു, നല്ല തലവേദനയായിരുന്നു, അതായിരുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് കോട്ട് ഇതാണ്: സ്റ്റേ പോസിറ്റീവ്, വർക്ക് ഹാർഡ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ ലൈഫിൽ ഓരോ ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടും. ചിലപ്പോൾ നമ്മൾ വളരെ ഡിമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകും. ദർ ആർ സിറ്റുവേഷൻസ് ഇൻ അവർ ലൈഫ് അല്ലേ. ചില സമയത്ത് ദർ ആർ ടൈംസ് ഇൻ അവർ ലൈഫ് വി ഫീൽ സോ ഡിപ്രസ്ഡ്, ഡിമോട്ടിവേറ്റഡ് അല്ലേ. വളരെ അൺഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ എന്ന് മാത്രമല്ല, ചിലരൊക്കെ നമ്മളങ്ങനെ കുത്താനൊക്കെ വരും അല്ലേ, എന്താണെന്നൊക്കെ ഉള്ള നെഗറ്റീവ് അടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഡോണ്ട്
യു ഡോണ്ട് ഗെറ്റ് ദാറ്റ് നെഗറ്റീവ് എഫക്റ്റ്. ഒരിക്കലും ആ നെഗറ്റീവ് നിങ്ങൾ എഫക്റ്റ് ചെയ്യിപ്പിക്കരുത്. നിങ്ങൾ ഒരിക്കലും അത് എന്താ പറയുക, അത് ബ്രീത് ഇൻ ചെയ്യരുത്. ജസ്റ്റ് ടേക്ക് ഇറ്റ് അവേ. അതിനെ അങ്ങ് ബൗൺസ് ചെയ്ത് കളയുക, അതിനെ കളയുക, ഉള്ളിലോട്ട് എടുത്ത് വെക്കരുത്. കാരണം നെഗറ്റീവ്സ് അട്രാക്ട് വീണ്ടും നെഗറ്റീവിനെയാണ്. നെഗറ്റീവ് ഒരിക്കലും പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യില്ല. നെഗറ്റീവ് എപ്പോഴും വീണ്ടും നെഗറ്റീവിനെ അട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ മേക്ക് ഷുവർ ദാറ്റ് യു തിങ്ക് ഇൻ എ പോസിറ്റീവ് വേ. പോസിറ്റീവ് കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കെല്ലാം ഒരു പോസിറ്റീവ് ചിന്താഗതി വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഓക്കെ, സോ പോസിറ്റിവിറ്റി ഇങ്ങനെ നിറയട്ടെ. ആൻഡ് ആ പോസിറ്റിവിറ്റി ഉള്ള സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്ക് അല്ലേ, വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല. യു ഹാവ് ടു വർക്ക് ഹാർഡ്. കഷ്ടപ്പെടണം. റെഡിയാണോ? കഷ്ടപ്പെടാൻ റെഡിയാണോ? അങ്ങനെയുള്ളവർക്ക് ഈ ലോകമുള്ളൂ കേട്ടോ, അല്ലാത്തവർക്ക് ഈ ലോകം ഇല്ല. സോ മേക്ക് ഷുവർ യു വർക്ക് ഹാർഡ്. നിങ്ങൾ വർക്ക് ചെയ്യണം. വെറുതെ ഇരുന്നിട്ടൊരു കാര്യം നേടാൻ പറ്റില്ല. സ്ട്രൈവ് ഹാർഡ്, വർക്ക് ഹാർഡ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. ചെയ്യുന്ന പ്രവൃത്തി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണം, പ്രയത്നിക്കണം. ഓക്കെ, ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. എന്നിട്ട് എന്താണോ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചൊരു കാര്യം അത് നടത്തിയെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. സോ മേക്ക് ഷുവർ യു ഹാവ് ടു ഡു ഇറ്റ്. ഹായ് അഭിനയ, കുറേ നാളായല്ലേ, മിസ് ചെയ്തോ? ഓഹോ, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, യെസ്, ഓക്കെ, യാ. തിരിച്ചു വന്നപ്പോൾ പറ്റിയ കോട്ടല്ലേ. അപ്പോൾ എ വോം വെൽക്കം വിത്ത് മൈ കോട്ട്. ഓക്കെ, എ വോം വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് വിത്ത് സോ മച്ച് വിഗർ ആൻഡ് എനർജി. അപ്പോൾ വീണ്ടും തിരിച്ചു വരിക, നല്ല സന്തോഷത്തോടെ എല്ലാവരും തിരിച്ചു വരിക. അപ്പോൾ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്ന് നിങ്ങൾ മിസ്സാക്കിയാലും, നമ്മുടെ എഡിറ്റോറിയൽ മിസ്സാക്കിയാലും മേക്ക് ഷുവർ റെക്കോർഡഡ് വീഡിയോ കാണാൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് റെക്കോർഡ് വീഡിയോ എങ്കിലും കാണാം. ബിക്കോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഒരുപാട് കാര്യം മിസ്സാവും. നമുക്ക് ഈ എഡിറ്റോറിയൽ കാണുമ്പോൾ നമുക്ക് ഒരുപാട് നോളജ് കിട്ടും, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പോലും അറിയാതെ ലാംഗ്വേജ് ബിൽഡപ്പ് ചെയ്യുക. നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ്, നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. വേർഡ്സ് ഒരുപാട് നിങ്ങൾ പഠിക്കുന്നു. വൊക്കാബ് നിങ്ങൾ ഒരുപാട് പഠിക്കും. നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ റീഡിംഗ് സ്കിൽസ് ഉണ്ടല്ലോ, കോംപ്രിഹെൻഷൻ സ്കിൽസ്, അണ്ടർസ്റ്റാൻഡിങ്. വേറൊരാൾ പറയുന്ന ഒരു വാക്ക് ഈ പരിചയമല്ലാത്ത വാക്കായതുകൊണ്ടാണ് നമുക്ക് പലതും മനസ്സിലാവും. അയ്യോ ഇംഗ്ലീഷോ എന്ന് വിചാരിച്ച് ഇനി ഇരിക്കാൻ പാടില്ല. ബിക്കോസ് നമ്മൾ പഴയ കാലഘട്ടം അല്ല ഇത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഏതൊരു ഫീൽഡിലും ഇംഗ്ലീഷ് അറിയുന്നവരെല്ലാവരും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പിൽ പിടിച്ചു വെക്കണ്ടേ. സോ വി ഹാവ് ടു ബി വിത്ത് ദം, അല്ലേ? അവരുമായിട്ടൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് പോകണ്ടേ. അതിനൊന്നും കാര്യം ഓർക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ 2 ആർട്ടിക്കിളോട്ട് പറയാം. ഇന്ന് 2 ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. 2 അനലിറ്റിക്കലായ ആർട്ടിക്കിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അബൌട്ട് പ്രിസണേഴ്സിൻ്റെ, തടവുകാരുടെ ഐഡൻറ്റിറ്റി ആൻഡ് അവരുടെ എന്താണ് പറയുക, അവരുടെ പ്രൈവസിയെ പറ്റി ഉള്ള ഒരു ആർട്ടിക്കിളാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ. അത് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യണം. അതെന്താ പറയുക, നീഡ് ഓഫ് ദ അവർ എന്ന് പറയുന്ന കാര്യമാണ്. അതിൽ ഡിബേറ്റബിൾ ആയ ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനോട് യോജിക്കാം, അല്ലെങ്കിൽ എഗൻസ്റ്റ് ആവും. അങ്ങനെ ഒരു ആർട്ടിക്കിൾ എന്ന് വന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, നമ്മുടെ UAE അല്ലെങ്കിൽ അറബ് നേഷൻസും US-ഉം ഇറാനോട് ഒരുപാട് വിദ്വേഷം, അല്ലെ, ആയിട്ട് നിൽക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇറാനെ പറ്റി. കഴിഞ്ഞ ഒരു തവണ നമ്മൾ ആർട്ടിക്കിളിനെ പറ്റി പറഞ്ഞിരുന്നു, അല്ലേ? ശരിക്കും ഇറാനിലെ ക്രൂഡ് എന്ന് പറയുന്ന ക്രൂഡ് റിസോഴ്സസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ വേൾഡിൽ ഉക്രൈൻ റഷ്യ ക്രൈസിസ് ഒന്നും നമ്മൾ അഫക്റ്റ് ചെയ്യില്ല. വിലകയറ്റം എന്നുള്ള എഫക്റ്റ് ചെയ്യില്ല. ഇക്കണോമിക്കലി നമുക്കൊക്കെ ബാലൻസ് ചെയ്യാൻ പോകാൻ പറ്റും. അത് ഈ പറയുന്ന ഇവരിൽ റെസ്ട്രിക്ഷൻസ് വെച്ചതുകൊണ്ടാണ് പ്രശ്നം. ആ സാങ്ഷൻസ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക, അവരുടെ പണിഷ്മെൻറ്റ്സ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക, അത് മാറ്റുക, അതിൽ നിന്ന് മാറ്റുക, അവരെ ഒന്ന് സേഫ് ആക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരു ചർച്ച നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടന്നിരുന്നു. UAE-യും അതുപോലെ തന്നെ ബഹ്റിനും മൊറോക്കോ പിന്നെ ഈജിപ്റ്റ്, ഇസ്രായേൽ ഒക്കെ ഒരു ചർച്ച നടന്നു. ഈ പറയുന്ന ഇറാൻ്റെ കാര്യത്തോടായിരുന്നു UAE ഒക്കെ. അപ്പോൾ അതിനെ പറ്റിയാണ് ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CA സംബന്ധിച്ച്, കറണ്ട് അഫയേഴ്സ് സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗിവ് ഇറ്റ് എ റീഡ്. ബട്ട് നമ്മൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ പ്രിസണേഴ്സിൻ്റെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയെ പറ്റിയുള്ള പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയെ പറ്റിയുള്ള ആർട്ടിക്കിളാണ് നോക്കാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ 1 വേർഡ്സ് അല്ലെങ്കിൽ ഇഡിയംസ്, ഫ്രേസസ് എല്ലാം ഉണ്ട്, നമുക്ക് നോക്കാം. സോ ലുക്ക് അറ്റ് സംതിങ്. നമ്മൾ നോർമലി ഫ്രേസൽ വേർബ് ആണ് ലുക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ. ലുക്ക് അറ്റ് സംതിങ് എന്ന് പറയുമ്പോൾ 2 മീനിങ് ഉണ്ട്. ഒന്ന്, ചുമ്മാ നമ്മളൊരു ആളെ നോക്കുകയാണ്. ഹീസ് ലുക്കിംഗ് അറ്റ് മീ, ഷീ ലുക്സ് അറ്റ് മീ, അവൾ എന്നെ നോക്കാറുണ്ട്. ജസ്റ്റ് നോക്കുക. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ, നോക്കി കാണുക എന്ന് പറഞ്ഞാൽ, യു ആർ തിങ്കിങ് അബൌട്ട് സംതിങ്. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുവാണ് ടു മേക്ക് എ ഡെസിഷൻ. ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രേസൽ വേർബിൽ ലുക്ക് അറ്റ് സംബഡി എന്ന് പറഞ്ഞാൽ യു ആർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് എ പേഴ്സൺ, നിങ്ങൾ അയാളെ നോക്കുന്നു എന്നാണ് അർത്ഥം.
ഓക്കെ. പക്ഷേ ലുക്ക് അറ്റ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തെ, ഒരു സംഭവത്തെ നമ്മൾ നോക്കിക്കാണുന്നു എന്ന് പറയില്ലേ, അതിൻ്റെ അർത്ഥം നോക്കിക്കാണുക മീൻസ് യു ആർ നോട്ട് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ഇറ്റ്, കണ്ടു, ഓക്കെ, ബോധിച്ചു, അങ്ങനെയല്ല. കണ്ടു ബോധിക്കുകയല്ല, യു ആർ തിങ്കിങ് അബൌട്ട് സംതിങ് ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ പ്രോബ്ലം ഇൻ ഡീറ്റെയിൽ എന്നൊക്കെ പറയുന്നിട്ടില്ലേ, ഡീറ്റെയിൽ വേണ്ട, ലുക്ക് അറ്റ് സംതിങ് എന്ന് പറയും, ലുക്ക് അറ്റ് ദി പ്രോബ്ലം, ലുക്ക് അറ്റ് ദി ഇഷ്യൂ, ലുക്ക് അറ്റ് ദി സൊല്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ യു തിങ്ക് അബൌട്ട് ദി സൊല്യൂഷൻ ടു മേക്ക് എ ഡെസിഷൻ. അതാണ് അതിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഫ്രേസൽ വേർബാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യാ, ഓക്കെ. Yes, Tintu, I'm all right. I'm doing great. Thank you so much, everyone. ഹരി, അത് കൊള്ളാം. ഓക്കെ, നല്ല കാര്യം, സന്തോഷം. എനിക്ക് സന്തോഷം, നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴല്ലോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങൾ രാവിലെ എഡിറ്റോറിയൽ ചെയ്ത് എനിക്ക് ഇന്നലെ എൻ്റെ ഫുൾ മൂഡ് ഔട്ട് ആയിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, എഡിറ്റോറിയൽ ഈസ് ലൈക്ക് a part and parcel of my life right now. ഇപ്പോൾ എനിക്ക് എഡിറ്റോറിയൽ ഇല്ലെങ്കിൽ ഒരു സുഖമില്ല, ഒരു പൂർണ്ണത, ഇറ്റ്സ് ഇൻകംപ്ലീറ്റ്, ഡേ ഈസ് ഇൻകംപ്ലീറ്റ് എന്ന് തോന്നും. രാവിലെ എണീറ്റ് എഡിറ്റോറിയൽ ചെയ്യുമ്പോൾ നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇതിനെപ്പറ്റി കുറേയൊക്കെ ഒരു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഐ റിയലി ഗെറ്റ് എനർജി വെൻ ഐ ഡിസ്കസ് ന്യൂസ് വിത്ത് യു, വേർഡ്സ് വിത്ത് യു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഹോപ്പ് ദാറ്റ് ഇസ് സെയിം അല്ലേ, നിങ്ങളിലും അത് സെയിം ആണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. അടുത്തത് ഓൺ ദ റൈസ്. ഓൺ ദ റൈസ് ഒരു ഫ്രേസ് ആണ് കേട്ടോ. ഓൺ ദ റൈസ് എന്ന് എന്നാൽ പോലെ ഓൺ ദ ഗോ അല്ലെ, ഓൺ ദ ഇൻ എ ഹറി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഓൺ ദ ഗോ, ഓൺ ദ സെറ്റ്, ഓൺ അല്ലെ എന്നൊക്കെ പറ, ഓൺ ദ സ്പോട്ട്. അപ്പോൾ ഓൺ ദ റൈസ് ഒരു ഫ്രേസാണ്, മീനിങ് ഇത്രേ ഉള്ളൂ, സംതിങ് ദാറ്റ് ഈസ് ഇൻക്രീസിങ് ഇൻ ഇറ്റ്സ് എമൗണ്ട് ആൻഡ് ഇൻറ്റൻസിറ്റി. ഇൻക്രീസിങ് അതാണ് അർത്ഥം, വേറെ ഒന്നുമില്ല കേട്ടോ. ഓൺ ദ റൈസ് മീൻസ് ഇൻക്രീസിങ് എന്ന് നമ്മൾ കാണും, ആർട്ടിക്കിളിൽ അത് കാണുമ്പോൾ യൂസേജ് കാണും കേട്ടോ. അടുത്ത ഫിറ്റ്നസ് ഓഫ് സംതിങ്, ഇൻ ദ ഫിറ്റ്നസ് ഓഫ് സംതിങ് എന്നൊക്കെ പറയാം. ശരിക്കും അത് പറയും ഇൻ ദ ഫിറ്റ്നസ് ഓഫ് സംതിങ്, ഇൻ ദ ഫിറ്റ്നസ് ഓഫ് തിങ്സ്, ഐ മീൻ തിങ്സ് എന്ന് പറയും. ഫിറ്റ്നസ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റേഷൻ, അല്ല അതിൻ്റെ ആപ്ലിക്കബിലിറ്റി, അതിൻ്റെ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കബിലിറ്റി, ഒരു കാര്യത്തിൻ്റെ ആപ്ലിക്കബിലിറ്റി എത്ര ഉണ്ട്, അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, നടക്കുന്ന കാര്യമാണോ, ദാറ്റ് ഇസ് ഫിറ്റ്നസ് ഓഫ് സംതിങ്. ആപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ, അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണോ, ദാറ്റ് ഇസ് ഫിറ്റ്നസ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞ അർത്ഥം, അതിൻ്റെ അർത്ഥം കേട്ടോ. ഒരു ഫ്രേസൽ യൂസേജ് ആണ്, ഒരു ഇഡിയോമാറ്റിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ് കേട്ടോ. അടുത്ത നോക്കി, ഡിറ്റോണ്ട്. ഇതിനെ ശരിക്കും ഡിറ്റൻറ്റെ എന്നൊക്കെ പലരും പറയും. ഇറ്റ്സ് നോട്ട് എന്താ പറയുക, നമ്മുടെ ഇംഗ്ലീഷ് വേർഡല്ല, അത് ഫ്രഞ്ച് വേർഡാണ്. ഡിറ്റൻറ്റെ എന്നല്ല, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഡിറ്റോണ്ട് ആണ്. ഡിറ്റോണ്ട് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അർത്ഥം വെച്ചാൽ റിലാക്സേഷൻ ഓഫ് സ്ട്രെയിൻ റിലേഷൻസ് ഓർ ടെൻഷൻസ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആൾക്കാർ, എസ്പെഷ്യലി രാജ്യമായിട്ട് പറയുന്നത്, ഏതെങ്കിലും ഒരു രാജ്യമായിട്ട് സ്ട്രെയിൻഡ് ആയിട്ടുള്ള റിലേഷൻ ആയിരുന്നു, എന്തോ ഒരു എന്തെങ്കിലും ചകട ആയിരുന്നു എന്ന് വിചാരിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഈ USA സംബന്ധിച്ച് ഇറാനെ അടുപ്പിക്കില്ല, അതുപോലെ തന്നെ ഇസ്രായേലുകാർ ഇറാനെ അടുപ്പിക്കില്ല. അപ്പോൾ ഇവർക്കൊക്കെ എന്താ പറയുക, ഒരു അടുപ്പിക്കാതെ സ്ട്രെയിൻ റിലേഷൻഷിപ്പ് വന്നൊരു ആളാണ് ഇറാൻ. അതിൻ്റെയാണ് ഡിറ്റോണ്ട് കേട്ടോ. അപ്പോൾ ഡിറ്റോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്ട്രെയിൻ റിലേഷൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും നമ്മൾ അത്ര സ്വരച്ചേർച്ചയിലല്ലല്ലോ, അതുപോലെ. അപ്പോൾ ആ റിസ്ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെൻഷൻസിനെയൊക്കെ ഒന്ന് റിലാക്സേഷൻ വരുത്താം, അതിനൊരു എന്താ പറയുക, ഒരു ഫ്രീ ഫ്ലോ കൊടുക്കുക. ഇനി ആ റെസ്ട്രിക്ഷൻ വെച്ചുകൊണ്ടിരിക്കരുത്, ഫ്രീ ഫ്ലോ കൊടുക്കുക. അതിനാണ് ഡിറ്റോണ്ട് എന്ന് പറയുന്നത്. ഡിറ്റോണ്ട്, ഓക്കെ, ഓർത്ത് വെച്ചോണം കേട്ടോ. സോ വൺ വേർഡ് ചോദ്യം വരാനുണ്ട്, ഡിറ്റോണ്ട്, റിലാക്സേഷൻ ഓഫ് സ്ട്രെയിൻഡ് റിലേഷൻസ് ഓർ ടെൻഷൻ. പക്ഷേ ഡിറ്റൻഷൻ ഈസ് സംതിങ് ഡിഫറെൻറ്റ് കേട്ടോ, അതുമായിട്ട് ഒരു ബന്ധമില്ല ഇത്, അത് ഓർത്തോണം. അപ്പം ഡിറ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റൻഷൻ എന്നൊക്കെ പറയുന്നത് വഴിയെ വരുന്നുണ്ട്, അത് നമ്മൾ പഠിക്കും. പക്ഷേ ഡിറ്റോണ്ട് ഈസ് അതിൻ്റെ റിലാക്സേഷൻ, ഈ റെസ്ട്രിക്ഷൻസിൻ്റെ അല്ലെങ്കിൽ ടെൻഷൻസിൻ്റെ റിലാക്സേഷനാണ് നമ്മൾ പറയാം ഡിറ്റോണ്ട്. അടുത്ത സ്റ്റെപ്പ് അപ്പ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ്, ഫ്രേസ് ആണ് സ്റ്റെപ്പ് അപ്പ്, ഫ്രേസൽ വേർബാണ് കേട്ടോ. കം ഫോർവേഡ്, ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ മുന്നോട്ട് വരും, ഫോർ എ പേർപ്പസ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നതിന് കം ഫോർവേഡിനെ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയും. അല്ലാതെ വേറൊരു കാര്യമുണ്ടല്ലേ, ഇൻറ്റൻസിഫൈ ചെയ്യാം, അതിനൊരു കാര്യം ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കൂടിയിട്ടുണ്ട് എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ കാണാൻ പറ്റും സ്റ്റെപ്പ് അപ്പിന് കൂടി എന്നൊരർത്ഥമുണ്ട്, ഒരു കാര്യം ഇൻറ്റൻസിഫൈ ചെയ്തു എന്നൊരർത്ഥമുണ്ട്, സ്ട്രെങ്തൻ ചെയ്തു എന്നൊരർത്ഥമുണ്ട്. സ്റ്റെപ്പ് അപ്പ് ദ റിലേഷൻഷിപ്പ്, ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ദ ടൈസ് എന്നൊക്കെ നിങ്ങളിത് കാണും ഇന്ന് ആർട്ടിക്കിളിൽ. അപ്പോൾ സ്റ്റെപ്പ് അപ്പിൻ്റെ അർത്ഥം ഈ പറയുന്ന സ്ട്രെങ്തൻ എന്നൊരർത്ഥവും നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഓക്കെ, അടുത്ത വാക്ക് ടേക്ക് എ ഹിറ്റ്. അതും നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത ഫ്രേസാണ്. ടേക്ക് എ ഹിറ്റ് മീൻസ് സഫർ ലോസ് ഓർ ഡാമേജ്. ഒരു ഹിറ്റ്, അതൊരു വലിയ തിരിച്ചടിയായിരുന്നു, നമ്മൾ പറയില്ലേ, അതൊരു വലിയ തിരിച്ചടിയായിരുന്നു, സെയിം തിങ്. സഫർ ലോസ് അല്ലെങ്കിൽ ഡാമേജ്, അതിനെയാണ് ടേക്ക് എ ഹിറ്റ് എന്ന് പറയാം. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ ലുക്ക് അറ്റ് സംതിങ് ഓർത്തോളം. ഓൺ ദ റൈസ്, ഫിറ്റ്നസ് ഓഫ് തിങ്സ്, ഡിറ്റോണ്ട്, സ്റ്റെപ്പ് അപ്പ്,
ടേക്ക് എ ഹിറ്റ്. ഈ 6 phrases, 1 word ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാം, ഓർ ഇഡിയംസ് ഒക്കെ ഓർത്ത് വെച്ചോളാം. ഓക്കെ, സെറ്റല്ലേ? ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, രാവിലെ ചായ ഇട്ടാത്ത അവസ്ഥയല്ലേ? ഓ, നീതു എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കറക്റ്റ്, സെറ്റ്. ക്ലിയർ, താങ്ക് യു. അഡിക്ഷൻ ആയോ ഹരി? ഓ മൈ ഗാഡ്, ഇറ്റ്സ് ലൈക്ക് എ ഫിക്സേഷൻ. അത് കൊള്ളാം. ഹായ് ഹസ്ന, ഹായ്, ഐ എം സോ ഹാപ്പി ടു സീ യു. ഐ എം ഡൂയിങ് ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ്. ഹോപ്പ് ഇറ്റ് ഈസ് സെയിം ഫോർ യു. ഓക്കെ, പോവാം. അടുത്തത് സിനണിംസിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ സിനണിംസ്, അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വേർഡ് ഇതാണ്, സ്ക്രൂട്ടിനി. നമുക്കറിയാം സ്ക്രൂട്ടിനി, നമുക്ക് അറിയാവുന്ന വാക്കല്ലേ? സ്ക്രൂട്ടിനി എന്ന വാക്കിൻ്റെ അർത്ഥം എക്സാമിനേഷൻ. സ്ക്രൂട്ടിനി നൗൺ ആണ് അല്ലേ? നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, പുതുമ എന്നുള്ള കാര്യമല്ല. ബട്ട് സ്ക്രൂട്ടിനി നൗൺ ആണെങ്കിൽ അതിൻ്റെ വേർബ് അറിയണമല്ലോ. സ്ക്രൂട്ടനൈസ് അല്ലേ? സ്ക്രൂട്ടനൈസ് ചെയ്യുക, എക്സാമിൻ ചെയ്യുക അല്ലേ? സർവേ ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക അല്ലേ അർത്ഥം. സോ സ്ക്രൂട്ടനൈസ് അതിൻ്റെ വേർബും, സ്ക്രൂട്ടിനി ഇസ് നൗണുമാണ്. സ്ക്രൂട്ടിനി മീൻസ് എക്സാമിനേഷൻ, ഇൻസ്പെക്ഷൻ, സർവേ, സ്കാൻ. സർവേ ചെയ്യുക വേർബായിട്ടും പറയും, സ്കാൻ ചെയ്യുക വേർബായിട്ട് പറയും, ആൻഡ് ഇൻസ്പെക്ട് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. അപ്പോൾ വളരെ ക്രിട്ടിക്കൽ എക്സാമിനേഷനെയാണ് നമ്മൾ സ്ക്രൂട്ടിനി പറയുക കേട്ടോ. സ്ക്രൂട്ടിനി മീൻസ് കുറച്ചുകൂടെ കൂടിയ ഇനമാണ് കേട്ടോ, വെറും എക്സാമിനേഷൻ അല്ല, നല്ല ക്രിട്ടിക്കൽ എക്സാമിനേഷൻ, ദാറ്റ് ഈസ് സ്ക്രൂട്ടിനി. ഓക്കെ, അടുത്ത വാക്ക് പൺവേർഡായിട്ട് ഒരുപാട് എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുള്ള വാക്കാണ് ഇന്നെവിറ്റബിൾ. വൺ ദാറ്റ് കൻ നോട്ട് ബി, വൺ ദാറ്റ് കൻ, അല്ലെങ്കിൽ ദാറ്റ് കൻ നോട്ട് ബി അവോയ്ഡഡ്, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് അല്ലേ? ദാറ്റ് ഈസ് സർട്ടൻ ടു ഹാപ്പൻ. സംതിങ് ഈസ് സർട്ടൻ ടു ഹാപ്പൻ, ഉറപ്പായിട്ടും സംഭവിക്കുന്ന കാര്യമാണ്. അതായത് നമ്മുടെ ലൈഫിൽ ഇത് ഇന്നെവിറ്റബിൾ ആണെന്ന് പറഞ്ഞാൽ അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ലൈക്ക് എന്താ പറയുക, ഹാപ്പിനെസ് ആൻഡ് സോറോ ഈസ് ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറയാം അല്ലേ? ഹാപ്പിനെസ് ആൻഡ് സോറോ ആർ ഇന്നെവിറ്റബിൾ പാർട്സ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഈസ് പറയാം, ഒറ്റ ഒരു കോമ്പൗണ്ട് ആയിട്ട് അതിനെ കൂട്ടാം. കാരണം അത് രണ്ടും ലൈഫിലുണ്ട് എന്ന് എപ്പോഴും പറയാം, അതിൽ മാറ്റമില്ല, സർട്ടൺ ആണ്, ഇറ്റ് ഹാപ്പൻസ്, അതാണ്. അപ്പോൾ അൺഅവോയ്ഡബിൾ, ഇൻഎസ്കേപ്പബിൾ നമ്മൾ പറയില്ല, അത് ഇന്നെവിറ്റബിൾ ആണ്. ഡെത്ത് ഇസ് ഇന്നെവിറ്റബിൾ അല്ലേ? നമ്മൾ ജനിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും മരിക്കും. ഡെത്ത് ഇസ് ഇന്നെവിറ്റബിൾ, ചേഞ്ച് ഇസ് ഇന്നെവിറ്റബിൾ, മാറ്റം ഇന്നെവിറ്റബിൾ ആണ്, അത് മാറ്റം വരാതിരിക്കില്ല. ലൈഫ് ഇസ് ഓൾ അബൌട്ട് ചേഞ്ച് അല്ലേ? ഇന്നെവിറ്റബിൾ ആണെന്ന് പറയും. സോ റിമെമ്പർ, ഇവിടെ ഇന്നെവിറ്റബിൾ എന്ന വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ദാറ്റ് കൻ നോട്ട് ബി അവോയ്ഡഡ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ദാറ്റ് ഈസ് സർട്ടൻ ടു ഹാപ്പൻ എന്നുള്ള അർത്ഥം. ഒരുപാട് ഇൻകോറിജിബിൾ, എന്താണ്, ഒരുപാട് ഇൻ വാക്കുകൾ നിങ്ങൾ കേൾക്കാം. ഇൻ വെച്ചിട്ടുള്ള വൺ വേർഡ്സ് അതിൽ ഓർത്ത് വെച്ചിട്ടൊരു കാര്യമാണ് കേട്ടോ. എക്സാമിനൊക്കെ ചോദിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് ഐ നീഡ് യു ടു ഫോക്കസ് ഓൺ ദാറ്റ്. അത് ഉറപ്പായിട്ടും അത് കിട്ടിയാൽ മാർക്ക് മേടിച്ചിരിക്കണം, ഇന്നെവിറ്റബിൾ കേട്ടോ. അപ്പോൾ സർട്ടൻ ടു ഹാപ്പൻ അല്ലെങ്കിൽ അൺഅവോയ്ഡബിൾ ആണ്, ഇൻഎസ്കേപ്പബിൾ ആണൊക്കെയാണ് അഡ്ജക്റ്റീവിൻ്റെ അർത്ഥം. അടുത്ത വാക്ക് ഇസ് ബാക്ക്. ഐ എം ബാക്ക് ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ്. ഇപ്പോൾ ഹസ്ന പറഞ്ഞോളൂ, ഐ എം ബാക്ക് ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ്. അപ്പോൾ ഐ എം ബാക്ക് എന്ന് പറയുമ്പോൾ നൗണായിട്ട് പറയാം, ബിക്കോസ് ബാക്ക് എന്ന് പറയുമ്പോൾ നൗൺ ഫോർമുലേഷനാണ്. അതായത് ബാക്ക് പുറത്ത്, ബാക്ക് സൈഡ്, അതിനെ ബാക്ക് എന്ന് പറയാം. റിയർ വ്യൂ മിറർ പറയില്ലേ, ബാക്കിലുള്ള മിററിനെയാണ്, ബാക്കിലുള്ള ഇത് കാണാൻ വേണ്ടിയിട്ടാണ് റിയർ വ്യൂ, ബാക്ക് സൈഡ് കാണുന്നതിനെ റിയർ വ്യൂ മിറർ എന്ന് പറയും അല്ലെ? നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ റിയർ വ്യൂ മിററിൽ നോക്കും ഡ്രൈവർ, എപ്പോഴും നോക്കും വണ്ടി പുറകുന്നുണ്ടോ നോക്കുന്നത്, മിറർ നോക്കിയിട്ടാണ് അല്ലേ? സോ ദാറ്റ് ഈസ് റിയർ, അത് നൗണ്. വേർബായിട്ട് ബാക്ക് ചെയ്യുക. ഒരാളെ നമ്മൾ ബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്പോൺസർ ചെയ്യാണ്. ഒരാൾ നമ്മൾ സ്പോൺസർ ചെയ്യുക എന്ന് പറയില്ലേ, അതിനർത്ഥമുണ്ട്. മാത്രമല്ല ഒരു പ്രോസസ്സ് ബാക്കായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? റിവേഴ്സ് ചെയ്യുക, ബാക്കോട്ട് പോവാൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. തിരിച്ച് ബാക്കോട്ട് പോവില്ലേ, അതിനെയാണ് റിവേഴ്സ് ചെയ്യുക. അത് സോ വേർബായിട്ട് പറയുന്നതാണ്. അഡ്വേർബായിട്ട് ഉപയോഗിക്കും. അഡ്വേർബായിട്ട് നമ്മൾ പറയുന്നതാണ് ബാക്ക് അല്ലേ? ഹി കെയിം ബാക്ക്. അത് അല്ലെങ്കിൽ പുട്ട് ദ ബുക്ക് ബാക്ക് ഇൻ ദ ഷെൽഫ്. അതിൻ്റെ അർത്ഥം എന്താ? ബുക്ക് വെക്കുക, എവിടെ വെക്കണം? ബാക്ക്, തിരിച്ചു വെക്കുക. സോ ദാറ്റ്സ് അഡ്വേർബ്. ബാക്കിൽ തിരിച്ചു വെക്കുക, അതിനർത്ഥമാണ് ബാക്ക്. റിട്ടേൺ എന്നൊരു അർത്ഥത്തിൽ, അല്ലെങ്കിൽ ബിഹൈൻഡ് എന്നൊക്കെ അർത്ഥത്തിൽ, അതാണ് അഡ്വേർബായിട്ട് പറയാം. അഡ്ജക്റ്റീവായിട്ടും പറയില്ലേ, ബാക്ക്വേർഡ്സിൽ അല്ലെ പറയില്ലേ ബാക്ക്. സോ അഡ്ജക്റ്റീവായിട്ടും അഡ്വേർബായിട്ടും നൗണായിട്ടും വേർബായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്ന കാര്യം. പക്ഷെ ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ബാക്ക് ചെയ്തു എന്ന് പറയും, സ്പോൺസർ ചെയ്തു അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്തു. ഇന്നല്ല, കുറച്ച് നാളെ നമ്മൾ ബാക്ക് ചെയ്തു എന്ന് പറയില്ലേ. സോ ബാക്ക് എന്ന അർത്ഥത്തിൽ നമ്മുടെ സ്പോൺസർ, റിവേഴ്സ് എന്ന സ്പോൺസർ എന്ന അർത്ഥത്തിലാണ് ഇന്ന് പഠിക്കുന്നത്. റിവേഴ്സ് അല്ല, വേർബാണ് പഠിക്കുന്നത്. സ്പോൺസർ എന്ന അർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുക അല്ലേ? ബാക്ക് ചെയ്യുക. ഹി ബാക്ക്ഡ് മീ, ഹി സ്പോൺസേർഡ് മീ, ഹി സപ്പോർട്ടഡ് മീ. ഫിനാൻസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ് ഈ പറയുന്ന അർത്ഥം. വേറെ ഒന്നുമില്ല, ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് അട്രിബ്യൂട്ട്. നിങ്ങൾക്കറിയാം അട്രിബ്യൂട്ട് എന്ന വാക്കല്ലേ? അട്രിബ്യൂട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ പരിചിതമായ ഒരു വാക്കാണ്. നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. അട്രിബ്യൂട്ട് മീൻസ് ക്വാളിറ്റി, ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? നമ്മുടെ ഒരാളുടെ വ്യക്തിയുടെ ഒരു ഫീച്ചർ, അയാളുടെ ഒരു സവിശേഷത എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന സാധനം, അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലേ പറയില്ലേ ആ സംഭവം, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്.
ക്യാരക്ടറിസ്റ്റിക് അത് മതി. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് അല്ലേ, അതിന് നമ്മൾ പറയും അട്രിബ്യൂട്ട് എന്ന്, നൗൺ. എന്നാൽ അട്രിബ്യൂട്ട് ചെയ്തു, ഇറ്റ് അട്രിബ്യൂട്ട്സ് ടു ദിസ് അല്ലേ, ഇറ്റ് അട്രിബ്യൂട്ട്സ് ടു ദിസ്, അത് ഇതിന് കാരണമായി എന്ന് നമ്മൾ പറയാറില്ല, അങ്ങനെ കേട്ടിട്ടില്ലേ? സോ ആ അട്രിബ്യൂട്ടിൻ്റെ അർത്ഥമാണ് അസ്ക്രൈബ് ചെയ്തു, അതിന് കാരണമാകുക. ഇറ്റ്സ് സംതിങ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ദിസ്, കോസ്ഡ് ബൈ ദിസ്, അതാണ് അട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള അർത്ഥം. പിന്നെ അതിന് ക്രെഡിറ്റ് ചെയ്തു, അതിനൊരു ഗുണം കിട്ടി, അട്രിബ്യൂട്ട് ചെയ്തു, അതിനൊരു ഗുണം കിട്ടി, അക്രെഡിറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ പറയാം. സോ രണ്ടർത്ഥമുണ്ട്, ഇറ്റ് കോസ് സംതിങ്, അസ്ക്രൈബ് സംതിങ്, അല്ലെങ്കിൽ അക്രെഡിറ്റ് ചെയ്തു, അതിന് കാരണമായി, നല്ലൊരു പോസിറ്റീവ് കാരണമാണെങ്കിൽ അക്രെഡിറ്റ്, അതിന് ഗുണം കിട്ടി എന്നുള്ള അർത്ഥത്തിൽ. സോ അട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കുന്ന വാക്കാണ്. നെക്സ്റ്റ് വൺ ഈസ് എംബോഡി. എംബോഡി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും വാക്ക് എംബോഡിമെന്റ് അല്ലേ, എംബോഡിമെന്റ് എന്നൊരു വാക്ക് വരത്തില്ലേ? ഉറപ്പായിട്ടും വരും. എംബോഡിമെന്റ് ഓഫ്, ഹി ഈസ് എൻ എംബോഡിമെന്റ് ഓഫ് സാക്രിഫൈസ് അല്ലെ, അല്ലെങ്കിൽ ഗാന്ധിജി ഈസ് എൻ എംബോഡിമെന്റ് ഓഫ് നോൺ വയലൻസ് എന്നൊക്കെ പറയാം. പ്രതിബിംബം എന്നൊക്കെ, പ്രതിബിംബം അല്ല, ദാറ്റ് ഈസ് റിഫ്ലക്ഷൻ അല്ലേ. എംബോഡിമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻകാർണേഷൻ എന്നൊക്കെ പറയും നമ്മൾ, നൗണാണ് എംബോഡിമെന്റ്. പേഴ്സോണിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന കാര്യം, ഇല്ല, ഇങ്ങനെ ഒരു സാക്രിഫൈസിന്റെ ഒരു ആൾ രൂപം എന്നൊക്കെ പറയും. എംബോഡിമെന്റ് ഈസ് ആൾ രൂപം. അപ്പോൾ എംബോഡി ചെയ്യുക മീൻസ് പേഴ്സോണിഫൈ ചെയ്യുക, അത് ഫിസിക്കൽ ഇതിലോട്ട് വരിക, ഫിസിക്കൽ രൂപത്തിൽ വരുന്ന ഒരു കാര്യത്തിനാണ് എംബോഡി ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക, കണ്ടെയ്ൻ ചെയ്യുക, അതൊക്കെയാണ് എംബോഡി എന്ന വാക്കിന്റെ അർത്ഥം വേർബായിട്ട്. എംബോഡിമെന്റ് വേർബുള്ളൂ എംബോഡിയും ചെയ്യുക, ബട്ട് നൗൺ ഫോർമുലേഷൻ എംബോഡിമെന്റ് ആണ്, ഓർത്ത് വെച്ചോ. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ റിലേറ്റഡ് ആയ എല്ലാ വാക്കുകളും ഓർത്ത് വെച്ചോണം കേട്ടോ. ഓൾ റൈറ്റ്, യെസ്. അപ്പോൾ നോക്കട്ടെ നിങ്ങളുടെ സെന്റൻസ്. യെസ്, ലെറ്റ് മീ സീ. ദ ഡിപ്ലോമാറ്റിക് ടോക്സ് റിഡ്യൂസ് എന്താ പറയാ, ഡിറ്റൻഡേ എന്ന് പറയുന്നത് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ മതി, ഒറ്റ ഇത് യൂസ് പറഞ്ഞാൽ മതി. ഡിറ്റോൺസ്, ഡിറ്റോൺസിലും തെറ്റൊന്നുമില്ല. അമംഗ് ദി ഏഷ്യൻ കൺട്രീസ്, ASEAN, ഓക്കെ, മറ്റേ ഏഷ്യൻ അല്ലല്ലോ ഉദ്ദേശിച്ചത്. ഓക്കെ, PM look at the farmers' protest to withdraw the law, but it didn't take a hit the election recently. It didn't take a hit. It didn't suffer the damage. It didn't take the hit of the election recently. It didn't take a hit in the election, or it didn't take the hit of the election. Election the hit, election the damage എന്നുള്ള അർത്ഥത്തിൽ വരണം കേട്ടോ. നീതു അത് മാത്രം ശ്രദ്ധിക്കാം. Scrutiny made by authorities resulted in discovery of a number of fake applications. Okay, according to data on the rise of fuel prices in India, people refrain from the entertainments and they scrutinize the government. Okay, according to data on the fuel price in, അപ്പോൾ അവിടെ കോമ ഇട്ട് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ കൊടുക്കാം. എങ്ങനെ കൊടുക്കാമെന്നറിയോ? അക്കോർഡിംഗ് ടു ഡേറ്റ, കോമ, ദ ഫ്യൂൽ പ്രൈസസ്, അല്ല, അക്കോർഡിംഗ് ടു, അങ്ങനെയാണെങ്കിൽ ഒറ്റയടിക്ക് കൊടുക്കുക. അക്കോർഡിംഗ് ടു ഡേറ്റ ഓൺ ദ റൈസ് ഓഫ് ഫ്യൂൽ പ്രൈസസ് ഇൻ ഇന്ത്യ, കോമ, ഒറ്റയടിക്ക് മതി കേട്ടോ. ഹരിയല്ലോ കോമയുടെ ആവശ്യമില്ല. അക്കോർഡിംഗ് ടു ഡേറ്റ ഓൺ ദ റൈസ് ഓഫ് ഫ്യൂൽ പ്രൈസസ് ഇൻ ഇന്ത്യ, പീപ്പിൾ റിഫ്രെയിൻ ഫ്രം, അത് ഒറ്റ ഫ്രേസ് ആണ് കേട്ടോ, ഒറ്റ ഫ്രേസ് ആണ്. അതിൽ നമുക്ക് എന്ത് കൊടുക്കണ്ട, ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഒരു കോമയുടെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, the examiner scrutinized our papers. All right, that's right. On the rise of auto, bus charges makes public in difficulty. Makes public in difficulty. Makes something in difficulty. അങ്ങനെ പറയുന്നത് അങ്ങനല്ല. ഓൺ ദ റൈസ് ഓഫ് ഓട്ടോ ചാർജ് അല്ലേ, ഓട്ടോ അല്ലല്ലോ, ഓട്ടോയുടെ റൈസ് അല്ലല്ലോ, ഇൻക്രീസിങ് അല്ലോ, ഓട്ടോയുടെ ചാർജ് ഇൻക്രീസ് ചെയ്താണോ ഉദ്ദേശിച്ചത്, അതോ ഇൻക്രീസിങ് ഓഫ് ഇതാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾ എന്താ ഇത് ചെയ്യുന്നത്? ഓൺ ദ റൈസ് ഓഫ് ഓട്ടോ ചാർജസ്, ബസ് ചാർജസ് മേക്സ് പീപ്പിൾ, മേക്സ് സംതിങ് ഡിഫിക്കൽട്ട്, എന്താണ് മേക്സ് പബ്ലിക് ഇൻ ഡിഫിക്കൽട്ട് അല്ല, എന്ത് മേക്ക് ചെയ്തു, മേക്സ് എ ലൈഫ് ഓഫ് പബ്ലിക് ഡിഫിക്കൽട്ട്. ഇൻഡിഫിക്കൽട്ടി കൊടുക്കണ്ട, ഡിഫിക്കൽട്ട് ആക്കി. ഇൻഡിഫിക്കൽട്ടി നമ്മൾ കൊടുക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ അഡ്വേർബ് ഒക്കെ വരുമ്പോഴാണ്. ഇതിവിടെ അഡ്വേർബ് ഫോർമുലേഷൻ അല്ല കൊടുത്തേക്കുന്നത്. മേക്ക് സംതിങ് ഡിഫിക്കൽട്ട് എന്ന് കൊടുത്തോ. മേക്ക് പബ്ലിക്സ് ലൈഫ് ഡിഫിക്കൽട്ട് എന്ന് കൊടുത്തു. മേക്സ് പബ്ലിക്സ് ലൈഫ് ഡിഫിക്കൽട്ട് എന്ന് കൊടുക്കുക, അതാണ് കറക്റ്റ്. ഓക്കെ, ഇന്നെവിറ്റബിൾ മീറ്റിംഗ് ഈസ് ഹെൽപ്പ് ടു, ഈസ് ഹെൽപ്പ് അല്ല, ഈസ് എ ഹെൽപ്പ് അല്ലെ, അതൊരു ഹെൽപ്പാണ്, അങ്ങനെ കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കൊടുക്കണേ. ഇന്നെവിറ്റബിൾ മീറ്റിംഗ്, അൺഅവോയ്ഡബിൾ മീറ്റിംഗ് ഈസ് എ ഹെൽപ്പ് to detente between neighbors. Okay, that's right. And authentic scrutiny is inevitable to prove any case. That's right. Environmental hazards are inevitable. Oh, unavoidable. All right. Okay. Weekend revision is inevitable. Whoever is preparing for competitive exams. Okay, അങ്ങനെ അങ്ങനെയല്ല, ഇങ്ങനെ പറയണേ.
weekend revision is inevitable for is inevitable. Inevitable is ഇതല്ലേ നമ്മുടെ adjective അല്ലേ? ആർക്കാണ് inevitable? For whomever അല്ലെങ്കിൽ വേണ്ട for whoever. Yes, for whoever is preparing for. അല്ലെങ്കിൽ ശ്രദ്ധിച്ചോണം, for whoever ആരാണോ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ? For whoever is preparing for competitive exams. For അവിടെ വേണേ. Ordinary volunteers from the backbone of most charitable organization. Yes. Nowadays, the editorial sessions by Rintu ma'am become an inevitable part of my life. That's right. Thank you. That's great. The child attributes the happiness of the lonely man. All right. All right. Scrutiny of certain aspects require unique perceptions. Okay. Auto charges alle. Appo auto charge. According to Vladimir Putin, invasion of Ukraine is inevitable. Yes, he said that. It is wrong considering every women വരില്ല. എവ്രി എന്ന വാക്ക് അഭിനയം ശ്രദ്ധിച്ചോണേ. എവ്രി എന്ന വാക്കിനർത്ഥം എന്താ? എവ്രി എന്ന് പറയുന്നതും ഈച്ച് എന്ന് പറയുന്നതും ശ്രദ്ധിച്ചോണേ. എവ്രി ആയിക്കോട്ടെ, ഈച്ച് ആയിക്കോട്ടെ, ഐദർ ആയിക്കോട്ടെ, ഇത് ശ്രദ്ധിച്ചോണം. ഐദർ, നൈദർ, ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ 4 നമ്മുടെ എന്താ പറയുക ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സിന്റെ കൂടെ എപ്പോഴും വരേണ്ടത് എന്താണ്? സിംഗുലർ നൗൺ ആയിരിക്കണം. സിംഗുലർ നൗൺ. എന്നാൽ സിംഗുലർ നൗൺ വന്നതിന് ശേഷം എന്ത് വരണം? സിംഗുലർ വേർബും വരണം അല്ലേ? സിംഗുലർ നൗണിന് ശേഷം സിംഗുലർ വേർബും വരണം. നൈദർ ഗേൾ, ഐദർ ഗേൾ, ഈച്ച് ഗേൾ, എവ്രി ഗേൾ. അതുപോലെ നൈദർ വുമൺ, either woman, each woman, every woman. either man, neither man, അല്ലാതെ men എന്ന് വരാൻ പാടില്ല. അതായത് വുമൺ എന്ന് പറയുന്നത് സിംഗുലറും അല്ലെ? വുമൺ ഇസ് സിംഗുലർ. പക്ഷെ വിമൻ എന്താണ്? വിമൻ ഇസ് പ്ലൂറൽ. അപ്പൊ പ്ലൂറൽ വരാൻ പാടില്ലല്ലോ. ശ്രദ്ധിച്ചോണം, അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം. ചെറിയൊരു സ്പെല്ലിങ്ങിന്റെ തെറ്റുള്ള പക്ഷെ ആള് മൊത്തം മാറിപ്പോകും കേട്ടോ. അപ്പൊ ഇറ്റ്സ് റോങ് കൺസിഡറിങ് എവ്രി woman as an embodiment of sacrifice. Yeah, that's wrong. Concept wrong. Okay, the war attributes a rise of crude oil price. Yes. Attending the editorial session of Rintu ma'am becomes an inevitable study routine for me. That's great. That's great. Some people were backed the few persons who imminent would I say or correction. Some people were backed, adu vere correct aane, by few persons. Chela alkare സപ്പോർട്ട് ചെയ്തു അല്ലെ സ്പോൺസർ ചെയ്തു വേറെ കുറച്ച് ആൾക്കാർ. ബൈ ഫ്യൂ പേഴ്സൺസ് ഹു ആർ ഇമിനന്റ് ഓൺ ദെയർ സക്സീഡ് അല്ല, ഓൺ ദെയർ സക്സസ്. മനസ്സിലായോ? ഹു ആർ ഇമിനന്റ്. ഓക്കെ, അവിടെ ഫേമസ് ആണെന്ന് ഓർത്തെങ്കിൽ ഫേമസിന്റെ ഈ ഇമിനന്റ് അല്ലല്ലോ, ആണോ? എമിനന്റ് പേഴ്സണാലിറ്റി, എമിനന്റ് അല്ലേ? ഓർക്കണം. ആൻഡ് ഓൺ ദെയർ സക്സീഡ് അല്ല, സക്സീഡ് ഇസ് വേർബ്. ദെയർ എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. പൊസസീവ് അഡ്ജക്റ്റീവ് നൗണിന്റെ തൊട്ട് മുമ്പിലല്ല വരുന്നത്. അപ്പൊ നൗൺ സക്സസ് ആണ്, സക്സീഡ് അല്ല. ഓക്കെ, കുദാസ് ശ്രദ്ധിക്കണം കേട്ടോ അതൊന്ന്. When she qualified her PhD, she attributes her success to her guide. That's correct. It is difficult to close your eyes towards certain inevitable situations. Great. That failure was inevitable and it made me stronger. That's great. Great, Bonnie. That's great. Clara Sola is an inevitable movie who concerns. മൂവിയെ പറ്റിയാ പറയുന്നത്. അപ്പൊ ഹൂ വരില്ല. ക്ലാര സോള ഈസ് എൻ ഇന്നവിറ്റബിൾ മൂവി, ഈസ് എൻ അൺഅവോയ്ഡബിൾ മൂവി വിച്ച് കൺസേൺസ്. ഓക്കെ, വിച്ച് കൺസേൺസ് അട്രിബ്യൂട്ട് ഫീച്ചർ. അതാണോ ആ അട്രിബ്യൂട്ട്? ഫീച്ചർ ക്വാളിറ്റി ആണോ? വിച്ച് അട്രിബ്യൂട്ട് ക്വാളിറ്റി വിൽ എംബോഡി ഇൻ ദർ ലൈബ്രറിയോ? അതിലൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഈസ് ആൻ ഇന്നവിറ്റബിൾ മൂവി വിച്ച് കൺസേൺസ് ഓർ ഹൂ കൺസേൺ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. അതൊരു മൂവി അല്ലേ? അപ്പോൾ ഈസ് ആൻ ഇന്നോവേറ്റീവ് മൂവി വിച്ച് ഇസ് അബൌട്ട്, ഇങ്ങനെ നോക്കാം, വിച്ച് ഇസ് കൺസേണിങ് ദി അട്രിബ്യൂട്ട് ഓഫ് സംതിങ് ഓഫ് എ പേഴ്സൺ എംബോഡീഡ് ഇൻ ദ ലൈബ്രറി. അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നോക്കിയാൽ കൺസേൺസ് കഴിഞ്ഞിട്ട് ഓക്കെ വേർബാണ് കൺസേൺസ്, അത് കഴിഞ്ഞിട്ട് അട്രിബ്യൂട്ട് ആണ്, അത് ക്വാളിറ്റി ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിൽ എംബോഡി ഇൻ ദ വരില്ല. ദാറ്റ് എംബോഡീസ് ഇൻ ദ ലൈബ്രറി, ദാറ്റ് എംബോഡീസ് ഇൻ ദ ലൈബ്രറി. ഓക്കെ, ശ്രദ്ധിച്ചോണം. earthquakes always take a hit over the life of millions. Yes, attributes of iPhones are amazing. അതിൽ ഐഫോൺസിൽ അപ്പസ്ട്രോഫി വേണ്ട കേട്ടോ. ഐഫോണിൻ്റെ എന്നാണ് അപ്പസ്ട്രോഫി വന്നാൽ. പ്ലൂറലാകുമ്പോൾ അപ്പസ്ട്രോഫിയുടെ ആവശ്യമില്ല കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു ബാക്ക് സിറ്റുവേഷൻ വൺസ് യു സെഡ് നോ.
വൺസ്, ആ വൺസ് ഏതാ? ഈ വൺസ് ഏതാ? ആൾക്കാർ അല്ലെങ്കിൽ അവ എന്നുള്ള വൺസ് ആണ്. ഈ വൺസ് ഉദ്ദേശിച്ചത് വൺസ്. ഒരിക്കൽ നീ നോ പറഞ്ഞ പിന്നെ നടക്കില്ല. വൺസ്, ഒരിക്കൽ, വൺസ് അപ്പോൺ എ ടൈം, വൺസ്. ഈ വൺസ് ആണ് കാർത്തിക ഉപയോഗിക്കേണ്ട വൺസ്. മാറിപ്പോയി കേട്ടോ, ശ്രദ്ധിച്ചോണം കേട്ടോ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബാക്ക് സിറ്റുവേഷൻ വൺസ് യു സെഡ് നോ. ഓക്കെ, യാ, റിവേഴ്സ് ചെയ്യണം അല്ലേ? ഓൾ റൈറ്റ്. ഞാനത് ഓർത്തായിരുന്നോ? ഓക്കെ, ഓഹോ, തെറ്റിച്ചു. കുഴപ്പമില്ല. ലെറ്റ്സ് റീവർക്ക് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. വാട്ട് എവർ ബി ദ ഒബ്സ്റ്റക്കിൾസ്, you should step up against all the odds. That's right. I reached the top notch position only because my family backed me. That's right. That's correct. Ukrainians are always backed by UN. Yes. A person whose ability was not measured, that he attributed. A person whose ability was not measured by his attributes. That he attributed, പക്ഷെ attribute ചെയ്യുക what? അട്രിബ്യൂട്ട് എന്ന വേർബിന് ശേഷം എന്ത് വേണം? ഒബ്ജക്റ്റ് വേണം. വേർബിന് ശേഷം ഒബ്ജക്റ്റ് വേണം. സോ ട്രാൻസിറ്റീവ് വേർബാണ് കേട്ടോ. അപ്പോൾ ഒരു കൊടുക്കുക, എ പേഴ്സൺ ഹൂസ് എബിലിറ്റി വാസ് നോട്ട് മെഷേർഡ് ബൈ ഹിസ് അട്രിബ്യൂട്ട് എന്ന് കൊടുക്കാം. പേഴ്സൺസ് എബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണോ അത് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ദാറ്റ് എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ വാസ് നോട്ട് മെഷേർഡ്, ദാറ്റ് ഹി അട്രിബ്യൂട്ടഡ് എന്ത്, ദാറ്റ് ഹി അട്രിബ്യൂട്ടഡ് വാട്ട്, അവിടെ ഒരു ഒബ്ജക്റ്റ് ഇട്ട് കൊടുത്താൽ സംഭവം ക്ലിയർ ആയി. ഹിസ് മെയിൻ അട്രിബ്യൂട്ട് ഈസ് സ്റ്റെപ്പ് അപ്പ് in Billigiri is step up alla. His main attribute is to step up in beleaguering situation. His main attribute is to step up. Get on. Is to step up in beleaguering situation. Parvati, attribute of being a good person is sometimes a curse. Yes, it is. All right. Nowadays, thankfully is embodied with SERT textbooks. Nowadays, rank files is embodied with അങ്ങനെ കൊടുക്കരുത്. അതായത് റാങ്ക് ഫയൽ എംബോഡിഡ് ചെയ്തിട്ടുണ്ട് SERT ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടന്റ് വെച്ചിട്ട്, അങ്ങനെയല്ല. അപ്പം ഇങ്ങനെ കൊടുക്കണം. Nowadays, rank files embodied with NCERT text books is available at shops. കാരണം അവിടെ embodied is acting as an adjective, participle formulationലാണ് വരുന്നത് കേട്ടോ. ഈസ് അവിടെ വേണ്ട. Nowadays, rank file embodied in NCERT, embodied with SERT text books is available at shops. Okay. All right. Rima Miss has got our backs. It's correct sentence formation, ma'am. Rima backs പറയില്ല, ഇങ്ങനെ കൊടുക്കാം. Rima Miss has got our back. Got our back. അത് ഞങ്ങളെ സപ്പോർട്ട് she has got me back. she has got my back എന്ന് പറഞ്ഞാൽ അവരെന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റാ കേട്ടോ ജയം, അത് കറക്റ്റാ. അപ്പോൾ ബാക്സ് വേണ്ട, എസ് വേണ്ട, അത്രേ ഉള്ളൂ, വേറെ കറക്റ്റാ, പ്രശ്നമൊന്നുമില്ല. Embody thoughts, words embody thoughts and feelings. Yes. Try to embody healthy food in your diet. Yes, healthy food is very much important to be healthy. Okay, so moving on to next set. Next set പഠിച്ചോ, landmark. Landmark എന്താ പറയുക? It's a landmark എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോൾ landmark എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നുമില്ല. Landmark means marker അല്ലെങ്കിൽ indicator, turning point അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ എന്നൊക്കെ നമ്മൾ പറയും. ഒരു ലാൻഡ്മാർക്ക് ആണെന്ന് പറഞ്ഞാൽ അത് നൗൺ ഫോർമുലേഷൻ ആണ്. അപ്പോൾ അത് ഒരു മാർക്കറാണ്, അതൊരു ഇൻഡിക്കേറ്റർ ആണ്, ടേണിംഗ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ലാൻഡ്മാർക്ക്. അടുത്ത വാക്ക് ഇസ് കണ്ടന്റ്. കണ്ടന്റ്. അപ്പോൾ കണ്ടന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഓർക്കണം, വേർബാണ്. ഡി ആണെങ്കിൽ വേർബാണ്. ഓക്കെ, ഡി ആണെങ്കിൽ ഇറ്റ്സ് എ വേർബ്. അല്ലാതെ ഉണ്ട് കണ്ടന്റ് അല്ലേ? അല്ലാതെ കണ്ടന്റ് ഉണ്ട്. CONTENT കണ്ടന്റ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ടേബിൾ ഓഫ് കണ്ടന്റ്സിലെ കണ്ടന്റ്സും ഉണ്ട്, പ്ലൂറൽ നൗണായ കണ്ടന്റ്സും ഉണ്ട്. ഇതും നൗണാണേ, ഓർത്തോണം. അപ്പോൾ ഡി വന്നാൽ വേർബാണ്, പക്ഷെ മീനിങ് ഡിഫറെന്റ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്, കൺഫ്യൂസിങ് വേർഡ്സിൽ പെടുന്നവയാണ്. ഹൈ ചെറിയാൻ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഓക്കെ, യെസ്, നോക്കാം. ഈ കണ്ടന്റ് CONTENT കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വേർബാണ്, കോപ്പ് വിത്ത്, അതായത് എന്താ പറയാ, ട്രൈ ടു അഡ്ജസ്റ്റ് വിത്ത് സിറ്റുവേഷൻ, ഡീൽ വിത്ത് എന്നൊക്കെയാണ് കണ്ടന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഫേസ് ചെയ്യാം, എൻകൗണ്ടർ ചെയ്യുക എന്നൊക്കെ അർത്ഥം, സ്ട്രഗിൾ ചെയ്യുക എന്നൊക്കെ അർത്ഥം. അല്ലെങ്കിൽ കണ്ടന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് കേട്ടിട്ടില്ലേ? ആർഗ്യൂ ചെയ്യുക, ഫൈറ്റ് ചെയ്യുക, റാങ്കിൾ ചെയ്യുക എന്നൊക്കെ അർത്ഥം കണ്ടന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. മറ്റേ കണ്ടന്റ് എന്ന നൗണിന്റെ അർത്ഥം സാറ്റിസ്ഫൈഡ് എന്ന അഡ്ജക്റ്റീവ് ഫോം. കണ്ടന്റ് ഇസ് നൗൺ മാത്രമല്ല, ഇത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. കണ്ടന്റ് ആസ് എ നൗൺ ആൻഡ് അഡ്ജക്റ്റീവ് നമ്മൾ പറയാം. കണ്ടന്റ് ആണ് മീൻസ് ഐ എം സാറ്റിസ്ഫൈഡ് അല്ലേ? ഐ എം കണ്ടന്റ് ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഐ എം സാറ്റിസ്ഫൈഡ് എന്നുള്ള അർത്ഥം. ആൻഡ് അടുത്ത കണ്ടന്റ് മീൻസ് എന്താ കണ്ടന്റ്, ഉള്ളടക്കം എന്താ? വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് യുവർ എസ്സേ?
what is the content of your essay, അല്ലെങ്കിൽ what is the content of your thesis, നിന്റെ തീസിൻ്റെ ഉള്ള എസൻസ് എന്താണ്, മനസ്സിലായി ആ കണ്ടന്റ്. പക്ഷെ കണ്ടന്റ്സ് ഉണ്ട്, അതും ഈ കണ്ടന്റ് നമ്മൾ ചെറിയ വ്യത്യാസമുള്ളൂ. എസൻസ് അല്ല, കാര്യങ്ങൾ ഉള്ള ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ, ലിസ്റ്റ് കണ്ടന്റ്സ് ഓഫ് എ ലെറ്റർ, കണ്ടന്റ്സ് ഓഫ് എ ബുക്ക് എന്നൊക്കെ നമ്മൾ പറയും. ടേബിൾ ഓഫ് കണ്ടന്റ്സ്, ആ കണ്ടന്റ്സ് വ്യത്യാസം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ, ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കൊയേഴ്സീവ്. കൊയേഷൻ എന്നൊക്കെ കേട്ടോ, ഫോഴ്സ്, ത്രെറ്റ് എന്നൊക്കെ കേട്ടോ. കൊയേഷൻ ഇസ് എ നൗൺ അല്ലേ, കൊയേഷൻ നൗൺ ആണ്. ആ കൊയേഷന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് നമ്മുടെ കൊയസീവ്. കൊയസീവ് മീൻസ് പെർസിസ്റ്റന്റ് ആയിട്ട്, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പ്രസ്സിംഗ് ആയിട്ടുള്ള, അതായത് ഏർജന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള, ത്രെറ്റനിങ് ആയിട്ടുള്ള എന്നുള്ളതാണ് ഈ പറയുന്ന കൊയസീവ് എന്ന വാക്കിന്റെ അർത്ഥം. ത്രെറ്റനിങ്, ഫോഴ്സ്ഫുൾ, ഏർജന്റ്, പെർസിസ്റ്റിംഗ്, പ്രഷറിങ് എന്നൊക്കെയുള്ള അർത്ഥം. അതായത് പ്രഷർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രസ്സിംഗ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുക. ഏർജന്റ് ആണ്, പെട്ടെന്ന് ചെയ്യണം, വളരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക നമ്മളെ ആൾക്കാർ. അതായത് കൊയസീവ് ഇൻ നേച്ചർ. ഓക്കെ, അടുത്ത വാക്ക് ഈസ് ഡിസെമിനേറ്റ്. ഡിസെമിനേറ്റ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുക, ഓക്കെ, അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പെർമേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ, ആ വാക്ക് ഓർത്താൽ മതി കേട്ടോ. സർക്കുലേറ്റ് ചെയ്യുക, പബ്ലിസൈസ് ചെയ്യുക, സർക്കുലേറ്റ് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നൊക്കെയാണ് ഡിസെമിനേറ്റ് ചെയ്യുക എന്ന വാക്കിന്റെ അർത്ഥം, വേർബ്. ഓക്കെ, ഡിസ്മിനേഷൻ ആണ് നൗൺ. NATION വന്നാൽ നൗൺ ഫോർമുലേഷൻ ആയി. അടുത്ത വാക്ക് ഈസ് അക്വെറ്റ്. ഓക്കെ, അക്വിറ്റ് എന്ന് പറയുന്നത് ഒരു വേർബാണ്. ആൻഡ് ഇറ്റ്സ് എ ട്രാൻസിറ്റീവ് വേർബ്. അതിലൊരു ഒബ്ജക്റ്റ് ആവശ്യമുണ്ട്. അക്വിറ്റ്, അവെയിൽ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ, എൻജോയ് എന്നുള്ളതൊക്കെ ട്രാൻസിറ്റീവ് വേർബ്. അതിന് ഒബ്ജക്റ്റ് നിർബന്ധമായിട്ട് ആവശ്യമുണ്ട്. അക്വിറ്റ് ചെയ്യാൻ രണ്ട് മീനിങ് ഉണ്ട്, രണ്ട് മീനിങ് അക്വിറ്റിനുണ്ട്. ഒന്ന്, അക്വിറ്റ് ചെയ്യുക മീൻസ് അബ്സോർവ് ചെയ്യുക, എക്സോണറേറ്റ് ചെയ്യുക, അതായത് ഒരാളെ ഫ്രീ ആക്കുക, ക്ലിയർ എ പേഴ്സൺ ഫ്രം ദ ബ്ലെയിം. ഇപ്പൊ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എന്താണ് വെറുതെ വിടുക, അതാണ് അക്വിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ ശിക്ഷിക്കുകയാണ് അതിന്റെ തെറ്റ് നൗണ്. അക്വിറ്റ് ചെയ്യുക, സെന്റൻസ് ചെയ്യുക. സെന്റൻസ് അല്ല കറക്റ്റ്, അതിന്റെ വേർബ് എന്ന് പറഞ്ഞാൽ കൺവിക്ട് ചെയ്യാം. ഒരാളെ കൺവിക്ട് ചെയ്യുക, ശിക്ഷിക്കുക. സെന്റൻസ് ചെയ്യാന്നാണ് ഇത്. അക്വിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് കൺവിക്റ്റ്. കൺവിക്റ്റ് വേർബ് കേട്ടോ, ആസ് എ വേർബ്. കൺവിക്റ്റ് എന്ന വേർബ് അക്വിറ്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ്, ആന്റണിമാണ് കേട്ടോ. അക്വിറ്റ് ചെയ്യുക, ഫ്രീ ആക്കുക. ഓപ്പോസിറ്റ് കൺവിക്ട് ചെയ്യുക, സെന്റൻസ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക, അയാളെ ശിക്ഷിക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു അബ്സോർവ് ചെയ്യുക, അല്ലെ, വെറുതെ വിടുക, കുറ്റവിമുക്തനാക്കുക, അല്ലെങ്കിൽ എക്സോണറേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് വേർബിന്റെ അർത്ഥം, ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം അക്വിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യുക, പെർഫോം ചെയ്യുക, ബിഹേവ് ചെയ്യുക, ആക്ട് ചെയ്യുക എന്നൊക്കെ അർത്ഥവും ഈ പറയുന്ന അക്വിറ്റിന് ഉണ്ട്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. അക്വിറ്റ് എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഫ്രീ ആക്കുക, ഫ്രീ ഓഫ് ചാർജ്. രണ്ടാമത്തെ അർത്ഥം കണ്ടക്ട് ചെയ്യുക, പെർഫോം ചെയ്യുക, ബിഹേവ് ചെയ്യുക എന്നൊക്കെയാണ്. ഓർത്ത് വെച്ചോണം. Let me see your sentences. Some people are inevitable in our life who backed in the verse next, who backed us, who backed us in the worsening situation. Backed by എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, പാസീവ് വോയിസിലാണ് കുഴപ്പമില്ല. എന്ത് ബാക്ക് ചെയ്തു, ആരെ സപ്പോർട്ട് ചെയ്തു, അല്ലെ, ബാക്ക് ചെയ്തു, backed us. Some people are inevitable in our life who backed us in the worsening situations. Okay, inevitable method of clearing competitive exams is working out the questions. Yes, it is. എത്ര ക്വസ്റ്റ്യൻ കിട്ടും അത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുക. യെസ്. Keshavananda Bharti case regarding the upholding of basic structure of constitution is a landmark judgment in the history of India. Yes, Ani, great. Moving to the city life of Delhi turns out to be landmark in his life. Landmark ഒറ്റ വാക്കാണ്, ഡബിൾ വാക്ക്, രണ്ട് സെപ്പറേറ്റ് വാക്കല്ല കേട്ടോ, ഒറ്റ വാക്കാണ് സൗമ്യ. But the sentence is right, okay? Silver Line project will be a landmark in the history of Kerala. Yes, it is. Hi, Jaren. ഇന്നലെ എഡിറ്റോറിയൽ ഇല്ലായിരുന്നു കേട്ടോ. ഇന്നലത്തെ എഡിറ്റോറിയൽ സെഷൻ ഇല്ലായിരുന്നു. നമുക്ക് എനിക്ക് തലവേദനയായിരുന്നു, ഭയങ്കര തലവേദനയായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്ക്രീൻ നോക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, സോറി ദാറ്റ് ഐ മിസ്ഡ് ഇറ്റ്. ഓക്കെ, ഐ എം സോറി. യാ, rumors disseminate even faster than COVID-19. റൂമേഴ്സിന്റെ സ്പെല്ലിംഗ് എന്താ ബോണി? റൂമേഴ്സിന്റെ സ്പെല്ലിംഗ് എന്താ? RUMOUR. റൂമേഴ്സ്, RUMOUR. ഇതാണ് റൂമറിന്റെ സ്പെല്ലിംഗ് കേട്ടോ. കേട്ടോ, RUMOUR അല്ലേ. റൂമർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. ഗോസിപ്സ്, ദാറ്റ് ഇസ് റൂമർ അല്ലേ. യാ, ദ ഗഗാനിയൻ മിഷൻ ഇസ് considered to be a landmark in the human space flight program of India. Yes, Gaganian, huge, immense, colossal. He always tries to contend her words, argue her, fight her words. Okay, fine. The dissemination of coronavirus rate
now reduced. Okay, the dissemination of coronavirus rate is reduced. അങ്ങനെ കൊടുക്കണം കേട്ടോ ദീപക് കൊടുക്കുക. The dissemination of coronavirus rate is now reduced. Okay, yeah, some rare discussions have become landmark in my life. Oh, that's great. അങ്ങനെയാണോ? ഇത് കൊള്ളാം. KGF is a landmark of Yash and Sandalwood that contend with smugglers, okay, and gold, as well as it is disseminator. It disseminates high voltage BGM. It disseminates. കേട്ടോ ഹരി, അവിടെ ഇറ്റ്സ് ഡിസമിനേറ്റ് കൊടുക്കരുത്. അപ്പോൾ ഇറ്റ്സ് ഡിസമിനേറ്റ് വന്നാൽ എന്ത് വരും? ഇറ്റ് ഹാസ് ഓർ ഇറ്റ് ഈസ് എന്ന് വരും. അപ്പോൾ ഇറ്റ് ഹാസ് ഡിസമിനേറ്റ് അല്ലല്ലോ, ഇറ്റ് ഹാസ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഹാസ് ഡിസമിനേറ്റഡ് ഹൈ വോൾട്ടേജ് BGM. ഇപ്പോൾ ഇറ്റ് ഹാസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇറ്റ് ഹാസ് ആണെങ്കിൽ V3 ഫോം കൊടുക്കണം. ഇറ്റ് ഹാസ് ഡിസമിനേറ്റഡ് ഹൈ വോൾട്ടേജ് BGM കൊടുക്കണം കേട്ടോ. ഓൾറൈറ്റ്, അത് ശ്രദ്ധിച്ചോണേ. ഓക്കെ, യാ. ഒരു പ്രശ്നമുണ്ടേ, കണ്ടന്റിൻ്റെ കൂടെ വിത്ത് വരില്ല. കണ്ടന്റിൻ്റെ കൂടെ നോ പ്രിപ്പോസിഷൻ. കോപ്പിൻ്റെ കൂടെ വിത്ത് വരും, ഡീലിൻ്റെ കൂടെ വിത്ത് വരും. അത് പ്രിപ്പോസിഷൻ എന്താ പറയുക, ഫിക്സഡ് പ്രിപ്പോസിഷൻ ആണ്. കോപ്പ് എന്ന വേർബിൻ്റെ കൂടെ, ഡീൽ എന്ന വേർബിൻ്റെ കൂടെ ഫിക്സഡ് പ്രിപ്പോസിഷൻസ് ആണ് വിത്ത്. പക്ഷെ കണ്ടന്റിനോട് വിത്ത് അല്ല, കണ്ടന്റിനോട് പ്രിപ്പോസിഷൻ വേണ്ട. ഇറ്റ്സ് എ ട്രാൻസിറ്റീവ് വേർബ്, അതിൻ്റെ കൂടെ ഒബ്ജക്റ്റ് കൊടുത്താൽ മതി. അതാണ് പ്രശ്നം. എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. KGF is a landmark of Yash and Sandalwood that content Yash and Sandalwood that content smugglers that fight smugglers in gold, as well as it has disseminated high voltage BGM. Disseminated. Criminal prosecution will give easy for Allah. Will give easy what? Will give easy access for conviction with little or no change of acquittal when the Criminal Procedure Bill 2022 becomes act ആണോ? അല്ല, becomes എന്താ പറയാ, ആക്ട് എന്ത് ചെയ്യണം? ആക്ട് പാസ് ചെയ്യുമ്പോൾ. യെസ്, when the bill becomes passed കേട്ടോ. becomes passed കേട്ടോ, അത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് അവിടെ. will give easy access or easy what? easy is an adjective. easy എന്ത് കൊടുക്കും? will give easy what? easy something. അല്ലെങ്കിൽ വിൽ ഗിവ് ഈസി വേണ്ട, ഇങ്ങനെ കൊടുത്താലും മതി. വിൽ ഈസ് എന്ന് കൊടുത്താൽ മതി. ക്രിമിനൽ പ്രോസിക്യൂഷൻ വിൽ ഈസ് ദി കൺവിക്ഷൻ എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വിൽ ഗിവ് ഈസി ആക്സസ് ഫോർ ദി കൺവിക്ഷൻ. ഓക്കെ, അങ്ങനെ കൊടുക്കണം കേട്ടോ. ഇനി ഒരു ശ്രദ്ധിച്ചോണേ. അത് ദ വോളണ്ടിയേഴ്സ് ഡിസമിനേറ്റഡ് ദ ബ്രോഷേഴ്സ് among the children. All right. When Bhavana revealed that she is the victim for the assault case, many backed her. Yes. For success, we should contend with വേണ്ട, contend. We should contend so many difficult situations. With വേണ്ട ടിപ്പ പറഞ്ഞ കാര്യം കേട്ടോ. നീതു അല്ല, അർച്ചന. We should contend so many difficult situations. Cohesive survey of civil line may lead to huge problems. ഒരു പ്രശ്നമുണ്ട്. ലീഡിന്റെ പാസ്റ്റൻസ് ആണ്. ലെഡ് മേ എന്ന് പറയുന്ന ഓക്സിലറി വേർബ് ആണ്. മോഡൽ ഓക്സിലറി വേർബ്. മോഡൽസിന് ശേഷം എപ്പോഴും എന്ത് വരണം? V1 വരണം. ഓക്കെ, ശ്രദ്ധിച്ചോണം. ലീഡ് എന്ന വാക്ക് V1. ലെഡ് എന്താ? V2 V3 ആണ്. അപ്പൊ എന്ത് വരണം? ഒന്ന് ശ്രദ്ധിച്ചേ ടിൻസി. കോഹെസിവ് സർവേ ഓഫ് സർവേ ലൈൻ മേ ലീഡ് ടു ഹ്യൂജ് പ്രോബ്ലംസ്. ഓക്കെ, അവോയ്ഡ് ദ തിങ്സ് ഇഫ് യു ഫീൽ ലൈക്ക് യു കാൻ കണ്ടെന്റ് ദ സിറ്റുവേഷൻസ്. ഓക്കെ, ഗ്രേറ്റ്. ഈസി വേ. ഫൈൻ അനി, ഫൈൻ. ഗുഡ് പീപ്പിൾ ഡിസമിനേറ്റ്സ് അല്ല, ഗുഡ് പീപ്പിൾ ഡിസമിനേറ്റ്. കാർത്തികേ, പീപ്പിൾ എന്ന് പറയുന്നത് എന്താ? പ്ലൂറൽ നൗൺ. അതിനോട് ഡിസമിനേറ്റ്സ് വരുമോ? ഇല്ല. കോൺകോഡിലെ ബേസിക് കാര്യം. ഡിസമിനേറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലർ വേർബ് ആണ്. സിംഗുലർ വേർബ് നൗണിന്റെ കൂടെ, മീൻസ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ. പീപ്പിൾ ഇസ് പ്ലൂറൽ നൗൺ. അപ്പോൾ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആയി. പ്ലൂറൽ സബ്ജക്റ്റിലൂടെ പ്ലൂറൽ വേർബ്. ഗുഡ് പീപ്പിൾ ഡിസമിനേറ്റ് പോസിറ്റീവ് വൈബ്. ഓക്കെ, Gandhiji's effort for Indian independence has made a landmark in history. Yes, she is contend against online medias. She is contend against. Against is also an adjective, I mean a preposition. അവിടെ against കൊടുക്കരുത്. She contend online media to disseminate fake news. She fight എന്ന് കൊടുക്കണം. She fight അല്ലെ, she face online medias. അപ്പോൾ എന്ത് കൊടുക്കണം? അവിടെ ഒരു പ്രശ്നമുണ്ട്. മീഡിയാസ് പറയില്ല. അപ്പോൾ വീണ്ടും പ്രശ്നമുണ്ട് കേട്ടോ പാർവതി. കണ്ടന്റിന്റെ കൂടെ ഒരു പ്രിപ്പോസിഷനും കൊടുക്കരുത്, എഗൻസ്റ്റ് കൊടുക്കരുത്. കണ്ടന്റ് ഓൺലൈൻ മീഡിയ. മീഡിയമിന്റെ പാസ്റ്റ് മീഡിയം ഉണ്ടല്ലോ, നമ്മുടെ മീഡിയം മാധ്യമം. ആൻഡ് പ്ലൂറൽ ഇസ് മീഡിയ. അതിന്റെ ലാറ്റിന സംഭവം. അപ്പോൾ ഇത് പ്ലൂറൽ, ഇത് സിംഗുലർ. ഓൺലൈൻ മീഡിയം, ഓൺലൈൻ മീഡിയ. മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ പ്ലൂറലായി. പിന്നെ അവിടെ എസിന്റെ ആവശ്യമില്ല, തെറ്റാണ് കേട്ടോ. ടു ഡിസമിനേറ്റ് ഫേക്ക് ന്യൂസ്. ഓക്കെ,
An act. All right, that's right. World is getting acquitted from the consequences caused by the dissemination of COVID-19. Yes, Justin. A positive vibe is always disseminated in Rindu ma'am's class. Oh, Hasna, thank you. We can't acquit പേഴ്സൺസിന്റെ ഡിസമിനേറ്റിംഗ് കോഴ്സീവ് ആക്ട്സ് അമംഗ് പബ്ലിക്. അഭിനെ കറക്റ്റ് ആണ്. ഒരു പ്രശ്നമുള്ളൂ, ആ പേഴ്സണിന്റെ എന്ന് കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫി ഇട്ട് കൊടുക്കുക. ആ വ്യക്തികളുടെ ഡിസമിനേറ്റിംഗ് കറക്റ്റ്. ജെറൻഡിന്റെ മുമ്പിൽ നമ്മൾ എപ്പോഴും പോസസീവ്സ് കൊടുക്കണം. കറക്റ്റ് ആണ്. അപ്പോൾ വി കാൺ അക്വിറ്റ് പേഴ്സൺസ് ഡിസമിനേറ്റിംഗ് കോഴ്സീവ് ആക്ട്സ് അമംഗ് പബ്ലിക്. ഹി ഹാസ് നെവർ ഫെയിൽഡ് ടു അക്വിറ്റ് എ ക്ലൈന്റ് charged with murder. Okay. Patriarchal society makes it easier for coercive men to subjugate women. Yes. Try to acquit yourself from all the bad thoughts. Yes. Okay. അവിടെ ഒരു പ്രശ്നമുണ്ടേ. കാർത്തി അവിടെ ഒരു പ്രശ്നം. ട്രൈ ടു ഫ്രീ യുവർ സെൽഫ്. അക്വിറ്റ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ അർത്ഥം ഫ്രീ ഓഫ് ചാർജ് ആണ്. മനസ്സിലായോ? ഒരു കുറ്റത്തിൽ നിന്ന് വിമുക്തനാക്കുക എന്നാണ് അക്വിറ്റിന്റെ അർത്ഥം. അബ്സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തനാക്കുക, അതാണ് എക്സോണറേറ്റിന്റെ അർത്ഥം. സോ ഇവിടെ കുറ്റവിമുക്തനല്ലേ വാക്കുന്നത്. ട്രൈ ടു എക്സോണറേറ്റ് യുവർ സെൽഫ് അല്ലെങ്കിൽ ട്രൈ ടു അക്വിറ്റ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ മീനിങ് മാറി. കുറ്റവിമുക്തനാക്കുക നമ്മളെ. ബാഡ് തോട്ട്സിൽ നിന്ന് വിമുക്തനാക്കുവാണെങ്കിൽ ട്രൈ ടു ഫ്രീ യുവർ സെൽഫ് ഫ്രം എന്ന് പറയണം. അവിടെ ഒരിക്കലും ഇത് കൊടുക്കരുത് കേട്ടോ. Dissemination of information on the importance of vaccination is the need of the hour. Yes, it is. Good people are one category. ആവില്ല. ഇല്ലില്ല, ഗുഡ് പീപ്പിൾ വൺ കാറ്റഗറി ആവില്ല. ഗുഡ് പീപ്പിൾ അല്ലെങ്കിൽ ഗുഡ് പേഴ്സൺ എന്ന് കൊടുത്തോ. കറക്റ്റാ. ഗുഡ് മാൻ എന്ന് കൊടുത്തോ. ഓക്കെ. ഗുഡ് ഇൻഡിവിജ്വൽ കൊടുത്തോ. പീപ്പിൾ ഇസ് ഓൾവേസ് പ്ലൂറൽ നൗൺ, അതിലൊരു മാറ്റമില്ല. ഓക്കെ. സിംഗുലർ യൂസ് ചെയ്തുകൂടാ കേട്ടോ, വർത്തിക്കാൻ പറ്റില്ല. The police may have used coercive tactics to get confessions. Yes. Listening to soothing music disseminates positive vibiness. Yes. Reducing the voting age from 21 to 18 was a landmark decision in Indian democracy, disregarding the coercion from opposition. Yes. Coercive behavior of strikers have made the condition of ordinary people coercive behavior of strikes have made the condition of ordinary people worse. Ada two venda. Condition of ordinary people worse. Two venda s venda during the strike. Keto. Loving your persistent work is the most blessed thing. Yes. She is content ano. She content ആണോ? ഷീ നേരത്തെ പാർവതി പറഞ്ഞ സെൻറ്റൻസ് ആണോ? ഷീ കണ്ടന്റ്. ഷീസ് കണ്ടന്റ് അല്ല, ഷീ കണ്ടന്റ്. ഓക്കെ. അതായത് ഫൈറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ലേ അത്. ഓക്കെ. പോസിറ്റീവ് വൈബ് ഡിസമിനേറ്റ്സ് അമംഗ് സ്റ്റുഡൻസ് വെൻ ദ ടീച്ചർ announce to our program. Okay, that's right. Moving on to next set, stringent നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. stringent laws should be updated. Stringent laws should be taken against the criminals എന്നൊക്കെ പറയാനായിട്ടില്ലേ. സോ stringent means strict, firm, rigid, rigorous ആയിട്ടുള്ള എന്നുള്ള അർത്ഥം. റിഗ്രസിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ. റിഗ്രസ് എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുൾ ആയിട്ടില്ല ആൻഡ് വളരെ എന്താ പറയാ തറവ് ആൻഡ് കെയർഫുൾ. അതാണ് റിഗ്രസിന്റെ അർത്ഥം. സോ വളരെ തറവായിട്ട് വളരെ കെയർഫുൾ ആയിട്ടുള്ള ആക്ഷൻ, ദാറ്റ് ഇസ് stringent. ഓക്കെ. ഓൾ റൈറ്റ്. അടുത്ത് കൺവിക്ട്. കൺവിക്ട് ചെയ്യുക പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് ഉണ്ട്. കൺവിക്ട് ഈസ് എ വേർബ്. ഇപ്പം നമ്മൾ കണ്ടു കൺവിക്ട് ചെയ്യുക. ഓപ്പോസിറ്റ്, അക്വിറ്റിൻ്റെ ഓപ്പോസിറ്റ് കൺവിക്ട്. കണ്ടില്ലേ? അക്വിറ്റിൻ്റെ ഓപ്പോസിറ്റ് കൺവിക്ട്. വേർബായിട്ട് വരുമ്പോൾ മാത്രം. പക്ഷെ നൗണായിട്ട് വരുമ്പോൾ കോൺവിക്ട് എന്നാ പറയുക. ഇറ്റ്സ് നോട്ട് കൺവിക്ട്. അപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണ് കോൺവിക്ട്. കോൺവിക്ട് മീൻസ് പ്രിസണർ അല്ലെങ്കിൽ ക്രിമിനൽ, ഒഫൻഡർ എന്നൊക്കെ നമ്മൾ പറയും കോൺവിക്ട് എന്ന് പറഞ്ഞാൽ. വേർബ് കൺവിക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ചെയ്യുക, ശിക്ഷിക്കുക, സെൻറ്റൻസ് ചെയ്യുക, കൺവിക്ട് ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ കണ്ട അക്വിറ്റ്. Acquit and convict. Okay. Convict is noun, convict is verb. Difference അത്രേ ഉള്ളൂ. ഓക്കെ. ശിക്ഷിക്കപ്പെടുന്ന ആള് prisoner, criminal, offender. ശിക്ഷിക്കുക is sentence ചെയ്യുക, convict. ഓക്കെ. ആൻഡ് അതിൻ്റെ noun formulation ഇവിടെ ഉണ്ട്. ആ ശിക്ഷ കൊടുക്കുന്ന പരിപാടിയില്ല, കൺവിക്ഷൻ. സെൻറ്റൻസ് ചെയ്യുക, ജഡ്ജ്മെന്റ്, സെൻറ്റൻസ് ആൻഡ് ജഡ്ജ്മെന്റ് ആണ് noun formulation പറയുക, കൺവിക്ഷൻ. പക്ഷേ noun formulation വേറെ മീനിങ് ഉണ്ട്. There are convictions in our life. There are so many convictions in our life എന്നൊക്കെ പറയില്ലേ. ബിലീവ്സ്, ഒപ്പീനിയൻസ് എന്നൊക്കെ അർത്ഥം കൺവിക്ഷൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞ മൺഡേ നമ്മൾ ഡിസ്കസ് ചെയ്താണ് കൺവിക്ഷൻ. സെൻറ്റൻസ്, ജഡ്ജ്മെന്റ് എന്നൊരു അർത്ഥമുണ്ട്. അതല്ലാതെ നമ്മുടെ ബിലീഫ്, ഒപ്പീനിയൻ എന്ന നൗൺ ഫോർമുലേഷൻ. രണ്ട് മീനിങ് ആണ്. രണ്ട് ഡിഫറെൻറ്റ് മീനിങ് ആണ്. ഓർത്ത് വെച്ചോളാം. അടുത്ത വാക്യം ഡിറ്റോൺ കണ്ടില്ല. അതുപോലെ ഡിറ്റെയിൻ എന്നുള്ള. ഡിറ്റെയിൻ ചെയ്യുക മീൻസ് ഡിലേ ചെയ്യുക, റിട്ടാർഡ് ചെയ്യുക,
ഇമ്പീഡ് ചെയ്യുക, അതായത് റെസ്ട്രിക്ട് ചെയ്തിട്ട് താമസിപ്പിക്കുക, അതിനെയാണ് ഇമ്പീഡ് ചെയ്യുക എന്ന് പറയാം. ഒരു കാര്യം ഇങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്തിട്ട് റിപ്രസ് ചെയ്തിട്ട് അതിനെ താമസിപ്പിക്കുന്നതിന് ഇമ്പീഡ് ചെയ്യുക എന്ന് പറയും. സോ ഡിലേ, റിട്ടാർഡ്, ഇമ്പീഡ് എന്നൊക്കെ ഡിറ്റെയിൻ്റെ വേർബ് ഫോർമുലേഷൻ. ഓക്കെ, ഒരു വേർബ് ഫോർമുലേഷൻ. വേറെ കേട്ടിട്ടില്ലേ ഡിറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹോൾഡ് ചെയ്യുക, പിടിച്ചു വെക്കുക ഒരാളെ, നമ്മൾ അല്ലേ ഒരാളെ പിടിച്ചു വെക്കുക എന്ന് പറയില്ലേ, ഡിറ്റെയിൻ ചെയ്യുക. ഹീസ് അണ്ടർ ഡിറ്റൻഷൻ എന്നൊക്കെ പറയില്ലേ, ഡിറ്റൻഷൻ ഓർഡർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. കൺഫൈൻ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, സീസ് ചെയ്യുക, അതാണ് ഡിറ്റൻഷൻ. ഡിറ്റെയിൻ, ഡിറ്റൻഷൻ ആണ് ഡിറ്റെയിൻ്റെ നൗൺ ഫോർമുലേഷൻ. ഡിറ്റൻഷൻ, ഡിറ്റൻഷൻ ലോ ഒക്കെ കേട്ടിട്ടില്ലേ, നൗൺ, അതാണ് ഡിറ്റൻഷൻ. ഡിറ്റെയിൻ്റെ നൗൺ ആണ് ഡിറ്റൻഷൻ. ഓക്കെ, അടുത്തത് കൺസെന്റ്. നമുക്കറിയാം കൺസെന്റ്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത്, അസെന്റ്, പെർമിഷൻ അല്ലേ. കൺസെന്റ് കിട്ടി, കൺസെന്റ് എന്നുള്ള വേർബായിട്ട് ഉപയോഗിക്കും. കൺസെന്റ് അല്ലേ വേർബായിട്ട് ഉപയോഗിക്കും നമ്മൾ, കൺസെന്റ് അല്ലേ. ഒരു വ്യത്യാസമുള്ളൂ കൺസെന്റ് വേർബായിട്ട് വരുമ്പോൾ അല്ലേ. എന്താ കൺസെന്റിന്റെ വ്യത്യാസം? അലോ ചെയ്യുക, പെർമിറ്റ് ചെയ്യുക എന്നുള്ള സംഭവമാണ് അല്ലേ. കൺസെന്റ് എന്ന വേർബിന്റെ അർത്ഥം അലോ ചെയ്യുക, പെർമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൺസെന്റ് കിട്ടി എന്ന് പറയുമ്പോൾ അസെന്റ് കിട്ടി അല്ലേ, അസെന്റ് കിട്ടി എന്നുള്ളതാണ് അർത്ഥം. ഓർത്ത് വെച്ചോണേ. ഓക്കെ, നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കൺസെന്റ്. ഓക്കെ, അടുത്ത വാക്ക് കൺസെന്റ്. അറിയാലോ, രണ്ടും ഉണ്ട്, നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കുന്ന വാക്കാണ് കൺസെന്റ് കേട്ടോ. രണ്ടും സെയിം സാധനം തന്നെ, മീനിങ് വ്യത്യാസമുണ്ട്. തടവിൽ വെക്കാലെ ഡിറ്റൻഷൻ. യെസ്. ഓക്കെ, നോക്കാം. സെൻറ്റൻസ് നോക്കട്ടെ. ഓക്കെ, ഡിസമിനേഷൻ ഓഫ് കറൻസി ഈസ് മേക്ക് എ ഗുഡ് എക്കോണമി. എങ്ങനെയല്ല, ഡിസമിനേഷൻ, സർക്കുലേഷൻ ഓഫ് കറൻസി മേക്സ് എ ഗുഡ് ഇക്കോണമി. ഈസ് മേക്ക് വരില്ല കേട്ടോ. ഈസ് ബി ഫോർമുലേഷൻ അല്ലേ ഗുരുദാസെ, നമ്മൾ പഠിച്ചിട്ടില്ലേ. ബി ഫോർമുലേഷൻ്റെ കൂടെ ഒരിക്കലും V1 വരില്ല അല്ലേ. പ്രൈമറി ഓക്സിലേഴ്സ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബി ഫോർമുല ഈസിൻ്റെ കൂടെ, ആമിൻ്റെ കൂടെ, ആറിൻ്റെ കൂടെ ഒന്നും ഒരിക്കലും എന്താ V1 വരില്ല. ആകെ വരുന്ന ഏതാ, V3 വരാം പാസീവ് ഫോമിൽ ആണെങ്കിൽ അല്ലേ. ഈസ് മെയ്ഡ്, വാസ് മെയ്ഡ്, വേർ മെയ്ഡ് ഒക്കെ വരില്ലേ, ഒക്കെ വരാം. അല്ലെങ്കിൽ എന്ത് വരാം, ING ഫോർമുലേഷൻ വരാം. ഈസ് മേക്കിംഗ് അല്ലേ. ഡിസമിനേഷൻ ഓഫ് കറൻസി ഈസ് മേക്കിംഗ് എ ഗുഡ് എക്കോണമി, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം, ING ഫോമിൽ കൊടുക്കാം, ഒരു തെറ്റുമില്ല. ഈസ് മേക്കിംഗ്, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി, സിമ്പിൾ പ്രസന്റ് കൊടുത്തേ. ഡിസമിനേഷൻ ഓഫ് കറൻസി മേക്സ് എ ഗുഡ് എക്കോണമി. ഓക്കെ, ദ കൾപ്രേറ്റ് വാസ് അക്വിറ്റഡ് ആഫ്റ്റർ 1 year. യാ, ഓക്കെ. Yes, Akshay, yes. Dissemination on wrong news. Dissemination on wrong news അല്ല, dissemination of wrong news can't be controlled. കേട്ടോ, അത് പാസീവ് ഫോർമുലേഷനിലാണ് കൊടുത്തേക്കുന്ന അർച്ചന. അപ്പം എങ്ങനെ കൊടുക്കണം, ഡിസമിനേഷൻ ഓഫ്, സ്പ്രെഡിങ് ഓഫ് റോങ് ന്യൂസ് അല്ലേ. ഫേക്ക് ന്യൂസിന്റെ സ്പ്രെഡിങ് ആണ്, അല്ലാതെ ഓൺ ഇതല്ല. സ്പ്രെഡിങ് ഓൺ, സർക്കുലേറ്റിംഗ് ഓൺ അല്ല, സർക്കുലേറ്റിംഗ് ഓഫ്, സർക്കുലേഷൻ ഓഫ് അല്ലേ. അപ്പോൾ ഡിസമിനേഷൻ ഓഫ് റോങ് ന്യൂസ് ഓർ ഫേക്ക് ന്യൂസ് കാൺ ബി, കൺട്രോൾ അല്ല, കാൺ ബി. ബിയുടെ കൂടെ V1 ഇപ്പോൾ പറഞ്ഞോളൂ, ബിയുടെ കൂടെ V1 വരില്ല ഒരിക്കലും. ബി ഫോർമുലേഷൻ്റെ കൂടെ V1 വരില്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണം. എപ്പോഴും പറയേണ്ട എന്താ, ഒന്നെങ്കിൽ V3 ഫോർമുലേഷൻ വന്നോട്ടെ, ബിയുടെ കൂടെ V3 വന്നോട്ടെ, അപ്പോൾ നമുക്ക് എന്ത് പാസീവ് ഫോർമുലേഷൻ കിട്ടും. അതിലൊരു പ്രശ്നം, അതാണ് ഇവിടെ പറഞ്ഞു, ബി കൺട്രോൾഡ് എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ ബിയുടെ കൂടെ എന്ത് വരണം, V4 വേണം, അതായത് ING ഫോം വേണം. അപ്പോൾ V4 വന്നാൽ എന്തായാലും അത് കണ്ടിന്യൂസ് ടെൻസ് ആവും. ഏതായാലും വരാം, അത് രണ്ടും വരാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, അനുവാദം അത് തന്നെ. ഹായ് സുരേന്ദ്രകുമാർ, ഗുഡ് മോർണിംഗ്. ഡിഡ് യു ഹാവ് ദ കൺസെന്റ് പേപ്പേഴ്സ് ഫ്രം ദ ഒഫീഷ്യൽസ്? ദാറ്റ്സ് റൈറ്റ്, ഗ്രേറ്റ്. ഹിസ് കൺസെന്റ് ഏജ് ഇസ് കറക്റ്റ്. കൺസെന്റ് ഏജ് കറക്റ്റ് ആണ്, കാരണം ഏജ് പെർമിഷൻ അല്ലേ, അതിൽ തെറ്റൊന്നുമില്ല. ഇറ്റ്സ് യൂസ്. അപ്പോൾ അവിടെ കൺസെന്റ് ഒരു ക്വാളിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. നൗൺ ഇസ് യൂസ് ആസ് ആൻ അഡ്ജക്റ്റീവ്, അപ്പോൾ അത് ക്വാളിഫയർ ആയിട്ട്, അതിൽ തെറ്റൊന്നുമില്ല. കൺസെന്റ് ഏജ് ഇസ് കറക്റ്റ് ആണ് കേട്ടോ, തെറ്റില്ല. മാലു കറക്റ്റ് ആണ് മോള്. In India, a stringent law for birth control is need of the hour. Yes, it is. അതാണ് the right against. പിന്നെ അത് ഡിബേറ്റബിൾ ടോപ്പിക് ആണ്. ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ഡീപ്പ് ഇൻ ടു ഇറ്റ്. ഒരു ഡിബേറ്റബിൾ ടോപ്പിക് ആണ്. അപ്പോൾ ഫ്രീഡം ഓഫ് റൈറ്റ് ഓഫ് എന്നൊക്കെ വരും, അതുകൊണ്ട് എനിക്കറിയത്തില്ല. സോ എനിവേ, റൈറ്റ്, ബട്ട് പോപ്പുലേഷൻ കൂടുകയാണ്, അപ്പോൾ വി ഹാവ് ടു ഡു സംതിങ് ലൈക്ക് ദാറ്റ്. The right against detention is a fundamental right under Article 22. Yes, yeah. Stringent rules are a kind of irritation. Okay. Rules irritation ആണല്ലേ കാർത്തിക. During lockdown, stringent rules had been implemented to curb the transmit of people. Yes. The convict was acquitted after 2 years. Yes. The judge convicted him for 7 years of solitary confinement. All right. Acquitting Bandh in Kerala is an illegal
സോ പൊളിറ്റിക്കൽ ഈസ് ആൻ ഇല്ലീഗൽ അല്ല. സോ ഈസ് ആൻ ഇല്ലീഗൽ എന്ന് വന്നാൽ അതിൻ്റെ കൂടെ എന്ത് വരണം ഹരി? ആനും എയും വന്നാൽ, ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? നമ്മൾ എയും ആനും വന്നാൽ അത് രണ്ടും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്തിൻ്റെ കൂടെയായിരിക്കും? സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ ആയിട്ടുള്ള നൗണിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് എ പറ്റത്തില്ല. എ പെൻ പറഞ്ഞു, ആൻ ആപ്പിൾ പറഞ്ഞു, എ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. എ ബ്യൂട്ടിഫുൾ വാട്ട്? എ ബ്യൂട്ടിഫുൾ ഗേൾ അല്ലെ? ആൻ അമേസിങ് വാട്ട്? ആൻ അമേസിങ് എന്ത്? ആൻ അമേസിങ് മൂവി അല്ലെ? ആൻ അമേസിങ് സീൻ എന്നൊക്കെ പറയാം. സംഭവം മനസ്സിലായോ? അപ്പോൾ നൗൺ ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ എന്ത് കൊടുക്കണം ഇവിടെ? നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അക്വിറ്റിംഗ് ബന്ദ് ഇൻ കേരള ഈസ് ഇല്ലീഗൽ. ആനങ്ങ കട്ട് ചെയ്ത് കളഞ്ഞോ, ഇല്ലെങ്കിൽ ഈസ് ആൻ ഇല്ലീഗൽ ആക്ട് എന്ന് കൊടുത്താലും കറക്റ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ആനം കട്ട് ചെയ്ത് കളയാം. സോ പൊളിറ്റിക്കൽ പാർട്ടീസ് റീനെയിംഡ് ഇറ്റ് ടു ഹർത്താൽ ആൻഡ് ഗെറ്റ് കൺസെന്റ് ലീഗലി. ഓക്കെ, അപ്പം ഗെറ്റ് കൺസെന്റ് അല്ല. സോ പൊളിറ്റിക്കൽ പാർട്ടീസ് റീനെയിംഡ് ഇറ്റ്, പാസ്റ്റ് ടെൻസിലായില്ലേ അത്? അതുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് അത് റീനെയിം ചെയ്തു. ആൻഡ് അപ്പോഴും ആൻഡ് കഴിഞ്ഞിട്ട് പാസ്റ്റ് ടെൻസ് തന്നെ വരണ്ടേ ഹരി? ലോജിക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എന്ന് പറയുന്നത് V2 ആണ് കണക്ട് ചെയ്തെങ്കിൽ V2 തന്നെ കൊടുക്കുക. ആൻഡ് റീനെയിംഡ് ഇറ്റ് അല്ലെ? റീനെയിംഡ് ഇറ്റ് ആൻഡ് ഗോട്ട് കൺസെന്റ് ലീഗലി. ആൻഡ് ഗോട്ട് കൺസെന്റ് ലീഗലി കേട്ടോ. ഗോട്ട് കൺസെന്റ് is detained the current work. Is detained the current work അല്ല. Court consent detained the current work. ഡിലേ ചെയ്തു എന്ന്. കോർട്ടിന്റെ കൺസെന്റ് ഡിലേ ചെയ്തു, കറണ്ട് വർക്ക് ഡിലേ ചെയ്തു. അവിടെ പാസീവ് വോയിസ് കൊടുക്കേണ്ട കേട്ടോ പാർവതി. ഈസ് വേണ്ട. കോർട്ട് കൺസെന്റ് ഈസ് വേണ്ട. കോർട്ട് കൺസെന്റ് detained the current work. Okay. Officer detained the papers without giving the consent leads to stringent punishment from government. All right. When a bill gives consent by president becomes a law. ഇങ്ങനെ അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. വെൻ എ ബിൽ ഗെറ്റ്സ് കൺസെന്റ്, ഗിവ്സ് കൺസെന്റ് അല്ല. വെൻ എ ബിൽ ഗെറ്റ്സ് കൺസെന്റ് ബൈ അല്ലെ? ഒരു ബില്ലിന് കൺസെന്റ് കിട്ടുവാണ് പ്രസിഡന്റിന്റെ വഴി, പ്രസിഡന്റിന്റെ കൺസെന്റ് കിട്ടിയാൽ അങ്ങനെയല്ലേ? വെൻ എ ബിൽ ഗെറ്റ്സ് കൺസെന്റ് ബൈ പ്രസിഡന്റ് കോമ ബൈ ഓർ ഫ്രം ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് യൂസേജ്. വെൻ എ ബിൽ ഗെറ്റ്സ് കൺസെന്റ് ഫ്രം പ്രസിഡന്റ് കോമ ഇറ്റ് ബിക്കംസ് എ ലോ ഇൻ ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് കോമ കൊടുത്തിട്ട് അടുത്ത ഇത് കൊടുക്കണം. ഇറ്റ് ബിക്കംസ് കേട്ടോ. ഇറ്റ് ബിക്കംസ് എ ലോ ഇൻ ഇന്ത്യ. ദ ലോസ് ഷുഡ് ബി സ്ട്രിഞ്ചന്റ് ഇൻ ഇന്ത്യ. ഇറ്റ് മസ്റ്റ് ബി അല്ലേ? ഹെമ ഗെറ്റ്സ് കൺസെന്റ് ഫ്രം ഹർ ഫാമിലി ടു ഗോ അബ്രോഡ്. ഓക്കെ, ദാറ്റ്സ് കറക്റ്റ്. വെൻ ഓപ്പർച്യൂണിറ്റീസ് ആർ ഇൻ ഫ്രണ്ട് ഓഫ് യു, നെവർ ഡിറ്റെയിൻ ടു യൂട്ടിലൈസ് ഇറ്റ്. യെസ്. മൈ കൺവിക്ഷൻസ് ബിക്കം മോർ മെച്ചുവർ വിത്ത് ഏജ്. ദാറ്റ്സ് കറക്റ്റ്. ദാറ്റ്സ് ഗ്രേറ്റ് ജസ്റ്റിൻ. അത് കൊള്ളാം, അങ്ങനെ വേണം അല്ലേ? വെൻ യു ഗെറ്റ് ഏജ് അല്ലെങ്കിൽ വെൻ യു മച്ചുവർ, യു തിങ്ക് മോർ അബൌട്ട് ഇറ്റ് ആൻഡ് യുവർ ഒപ്പീനിയൻസ് ഗെറ്റ് കുറച്ചുകൂടെ ക്ലിയർ ആവും അല്ലേ? മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. അടുത്ത സെറ്റ് പിടിച്ചോ. ഗ്രേവ്. ഗ്രേവ് എന്ന വാക്ക് നിങ്ങൾക്കറിയാം. ഗ്രേവ് അറിയാം, നമ്മുടെ ടൂം അല്ലേ? എൻ്റെ നമ്മൾ പറയില്ലേ ഗ്രേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂം സ്റ്റോൺ അല്ലെങ്കിൽ നമ്മുടെ ഖബറിടം എന്നൊക്കെ നമ്മൾ പറയും ഗ്രേവ്. പക്ഷെ ആ നൗൺ അല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗ്രേവ്. പക്ഷേ ഇവിടുത്തെ ഗ്രേവിന്റെ അർത്ഥം ഈസ് അഡ്ജക്റ്റീവ് ഗ്രേവ്, സീരിയസ്, urgent, very bad, grave situation. ഓ, ഇതൊരു urgent situation ആണ്. ഗ്രേവ് പണിഷ്മെന്റ്, സീരിയസ് പണിഷ്മെന്റ്, വെരി ബാഡ് പണിഷ്മെന്റ്, ടെറിബിൾ ആണ് എന്നൊക്കെ അർത്ഥത്തിൽ ഗ്രേവ് പറയാം. ഓക്കെ, അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. അടുത്ത വാക്ക് ഈസ് erstwhile. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ്. erstwhile മീൻസ് ഫോമർ, നേരത്തെ, ഓൾഡ് പഴയത്, പ്രീവിയസ് പഴയത്, പ്രയർ പണ്ട്, പഴയത് അല്ലെ, നേരത്തെ ഉള്ളത്. സോ erstwhile മീൻ മുന്നത്തെ, ഫോമർ അല്ലെ ഓൾഡ് അല്ലെ പ്രീവിയസ് അല്ലെങ്കിൽ പ്രയർ എന്നൊക്കെ അർത്ഥം. ഓക്കെ, അടുത്ത വാക്ക് ഈസ് ഫോ. ഫോ എന്ന വാക്കിന്റെ അർത്ഥം ഈസ് എനിമി. ഹിസ് മൈ ഫോ എന്ന് വെച്ചാൽ അയാൾ എൻ്റെ എനിമിയാണ്, അയാൾ എൻ്റെ ശത്രുവാണ്, അല്ലെങ്കിൽ ഒപ്പണന്റ്, അഡ്വേഴ്സറി എന്നൊക്കെ ആകാം. അഡ്വേഴ്സറി ഓർത്ത് വെക്കണേ. അഡ്വേഴ്സറി, അഡ്വേഴ്സിറ്റി ഒക്കെ മാറിപ്പോവാറില്ല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയാറുള്ള വാക്ക് തന്നെയാണ്. അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലേ? ഹസാർഡസ് സിറ്റുവേഷൻ അഡ്വേഴ്സിറ്റി, ട്രബിൾ ആണ് അഡ്വേഴ്സിറ്റി. നൗണാണ് അല്ലേ? അതും നൗൺ തന്നെയാണ്. അപ്പോൾ അഡ്വേഴ്സിറ്റി നമ്മൾ മാറിപ്പോയത്. അഡ്വേഴ്സിറ്റി മീൻസ് കലാമിറ്റി, ഹസാർഡ് എന്നൊക്കെ പറയാം. ഹസാർഡ് അല്ലെങ്കിൽ കലാമിറ്റി എന്നൊക്കെയാണ് അഡ്വേഴ്സിറ്റി. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അതിനെയാണ് പറയാം. പെറിൽ, ഡേഞ്ചർ, അതിനൊക്കെ അഡ്വേഴ്സിറ്റി പറയാം. അഡ്വേഴ്സറി ഇസ് ഒപ്പണന്റ്, എതിരാളി എന്നർത്ഥം. അടുത്ത വാക്ക് ഈസ് ബെഡ് റോക്ക്. ജോഗ്രഫിയിൽ അമൽ സാറും അബ്രാം സാറും ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബെഡ് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലേ? ബെഡ് റോക്ക് നിങ്ങൾക്ക് അറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ സബ്സ്ട്രക്ചറാണ്. ഒരു റോക്കിന്റെ സബ്സ്ട്രക്ചറിന് നമ്മൾ പറയുന്നതാണ് ബെഡ് റോക്ക് എന്ന് പറയുന്നത്. പക്ഷേ ബെഡ് റോക്ക് എന്ന് പറയുന്ന ലിറ്ററൽ മീനിങ്ങിൽ നമ്മൾ ബെഡ് റോക്ക് പറയും. ദിസ് ഇസ് ദ ബെഡ് റോക്ക് ഓഫ് ഇന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കോർ, ദ കോർ ഓഫ് ദ ഇഷ്യൂ. ദ ബെഡ് റോക്ക് ഓഫ് ദ ഇഷ്യൂ ഇസ്, അതായത് അതിന്റെ പ്രശ്നം, അതിന്റെ ഹാർട്ട്, അതിന്റെ എസെൻസ് എന്താ വെച്ചാൽ എന്ന് പറയില്ലേ, ഇതിന്റെ ഏറ്റവും ബേസ്, ഇതിന്റെ ഫൗണ്ടേഷൻ, ഇതിന്റെ ബേസിസ്, അതിന്റെ കോർ, അതിന്റെ ഹാർട്ട്
എസെൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യമുണ്ടല്ലോ, അതിൻ്റെ അന്തസത്ത, സത്ത് എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ് ബെഡ് റോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം. ലിറ്ററൽ മീനിങ് കേട്ടോ, നൗൺ ഓർത്ത് വെച്ചോ. അല്ലാതെ ബെഡ് റോക്ക് എന്ന് കറക്റ്റ് ബെഡ് റോക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പറയില്ല നമ്മൾ റോക്ക്, ഇതിൻ്റെ എന്താ പറയുക, ആ റോക്കാണ് എൻ്റെ മൂലക്കല്ല് എന്ന് നമ്മൾ പറയില്ലേ, അത് ദാറ്റ് ഈസ് ബെഡ് റോക്ക് മലയാളത്തിൽ പറഞ്ഞാൽ. അടുത്ത വാക്ക് സീംലെസ്. സീംലെസ് സീംലെസ് മീൻസ് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ 2 ആഴ്ച 1 മാസമൊക്കെ ആയി കാണും ഓറെക്കുറെ. സീംലെസ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്മൂത്ത്, ഒരു പ്രശ്നവുമില്ല, വളരെ സ്മൂത്ത് ആയിരുന്നു. ഹൗ വാസ് യുവർ ജേർണി? ഇറ്റ് വാസ് സീംലെസ്. ഹൗ വാസ് യുവർ ജേർണി? ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇറ്റ് വാസ് സീംലെസ്. ഹൗ വാസ് യുവർ എക്സാം? ഓ ഇറ്റ് വാസ് സീംലെസ്, ഒരു പ്രശ്നമില്ലായിരുന്നു. ഇറ്റ് വാസ് സോ സൂപ്പർബ്. സീംസ് വളരെ സ്മൂത്ത് ആയിരുന്നു. അബ്സല്യൂട്ട്, കംപ്ലീറ്റ്. സീംലെസ്സിന് കംപ്ലീറ്റ് എന്നൊരു മീനിങ് ഉണ്ട്. ഫോൾട്ട്ലെസ്, ഒരു ഫോൾട്ടും ഇല്ല. എറർലെസ്, എറർ ഫ്രീ എന്നുള്ള അർത്ഥം സീംലെസ്. അർത്ഥമാണ് സീംലെസ്സിന്റെ മീനിങ് സ്മൂത്ത്, അബ്സല്യൂട്ട്, ഫോൾട്ട്ലെസ്, എറർ ഫ്രീ എന്നൊക്കെ അർത്ഥം ആണ് സീംലെസ് എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, യാ, ലെറ്റ് മീ സീ. റിലേഷൻഷിപ്സ് ആർ എ മിക്സ് ഓഫ് കൺസെന്റ്, ട്രസ്റ്റ് ആൻഡ് സോ ഓൺ. പിന്നെ കുറെ കാര്യങ്ങൾ കൂടെ ഉണ്ടെന്ന്, കൊള്ളാം. വെൻ എ ബിൽ ഇസ് ഗിവൺ കൺസെന്റ് ബൈ ദി പ്രസിഡന്റ്, ഓക്കെ, ഇറ്റ് ബിക്കംസ് എ ലോ ഇൻ ഇന്ത്യ എന്ന് പറയാലോ, അത് പറയാം. വെൻ എ ബിൽ ഇസ് ഗിവൺ കൺസെന്റ് അത് പറയാം. വെൻ ഇസ് ഗിവൺ കൺസെന്റ് എന്ന് പറയാം, അതിൽ കുഴപ്പമില്ല. കൺസെന്റ് കൊടുക്കപ്പെടുന്നു എന്നുള്ളത് അല്ല, ഗിവ് കൺസെന്റ് പറയാം. അപ്പോൾ അത് കറക്റ്റാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് റീനെയിംഡ് ഇറ്റ് ടു ഹർത്താൽ ഓർ റീനെയിംഡ് ഇറ്റ് ഇൻ ടു ഹർത്താൽ. ഇൻ ടു ഹർത്താൽ അല്ല മാളു, റീനെയിംഡ് ഇറ്റ് ടു, റീനെയിം സംതിങ് ടു. ഇൻ ടു എന്ന് പറഞ്ഞാൽ അതിലൂടെ എന്നാണ് അല്ലേ. സോ ഫോർ എക്സാമ്പിൾ, പുട്ട് ഇറ്റ് ഇൻ ടു ദ ടണൽ, പുട്ട് ഇറ്റ് ഇൻ ടു ദ ടണൽ, അല്ലെങ്കിൽ എന്താണ്, പുട്ട് ഇറ്റ് ഇൻ ടു ദ ടണൽ, അല്ലെങ്കിൽ പുട്ട് ഇറ്റ് ഇൻ ടു ദി ബോക്സ്, ബോക്സിലൂടെ. അതായത് അതിലൂടെ നമ്മൾ ഒരു കാര്യം അതിലൂടെ എന്ന് പറയുമ്പോൾ ആ വയർ എടുത്തിട്ട് അല്ലെ പെൻ എടുത്തിട്ട് അതിലൂടെ കടത്തിവിട്ടെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഈസ് പെർമിറ്റഡ് ഇൻ ടു ദി എന്ന് പറയാം നമുക്ക്. കാരണം വെച്ചാൽ അതിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ്, അതിലൂടെ പോയി മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നു, അതിനാണ് ഇൻ ടു. ബട്ട് ഈ പറയുന്ന ടു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, മോഷൻ. ടു എന്ന് പറഞ്ഞാൽ ആ രീതി, ആ വഴിക്ക് പോകുന്നു എന്നുള്ള അർത്ഥമാണ്. മനസ്സിലായോ? ഡിഫറൻസ് ഉണ്ട്, ഇൻ ടുവിനും ഡിഫറൻസ് ഉണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോളാം. യാ, ഈസ് എൻ ഇല്ലീഗൽ ആക്ട് പറയാം. ഈസ് എൻ ഇല്ലീഗൽ ആക്ട് കറക്റ്റ് അറ്റൻസി, അത് കറക്റ്റ്. ഗ്രേവ് ഒഫൻസ്, യെസ്, ഗ്രേവ് ഒഫൻസ് പറയാം, സീരിയസ് ഒഫൻസ് ആണ്. ഈവൻ ആഫ്റ്റർ 5 years ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് കുഡന്റ് ഫൈൻഡ് ഔട്ട് ദാറ്റ്, ഇറ്റ് കുഡന്റ് ഫൈൻഡ് ഔട്ട് ദാറ്റോ, it couldn't be found out. It couldn't be found out. Passive voice ആണ്, അത് correct. It couldn't find out അല്ല, we couldn't find out that Dilip is a convict in an actor assault case. Even after 5 years of investigation, we couldn't, അല്ലെങ്കിൽ എന്താ പറയാ, the authorities couldn't എന്ന് കൊടുത്തു. The authorities couldn't find out that Dilip is a convict in actor assault case. Okay, Sonal, അങ്ങനെ കൊടുക്കണം. Education Minister makes stringent action to entrance of children who are occupied in first standard. Okay, yeah. Secularism is the bedrock of Indian society. Yeah, flawless. Yes. Adana, perfect. Yes. Actually, yeah. She made the situation grave, serious. Okay. PM Modi has been made a grave discussion with. Has been made alla. Has been made വരാൻ പറ്റില്ല. Has been നമ്മൾ പാസീവ് ആയില്ലേ, അപ്പോൾ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. സോറി, had been വരാൻ പാടില്ല, had made എടുത്താൽ മതി കേട്ടോ. സോറി, ഇങ്ങനെ കൊടുത്ത് പാസീവ് വേണ്ട. PM Modi had made a grave discussion. Had made a grave discussion with Putin regarding the evacuation of Indian medical students from the war-torn Ukraine. കേട്ടോ, പാസ് വേണ്ടെന്നുള്ള. The Constitution of India is the bedrock of the law of our land. Yes. Iran considered Iraq as their foe. Yes. For beginners preparing competitive exams, just have a erstwhile question paper. പ്രശ്നമുണ്ടല്ലോ, for an idea. പ്രശ്നമുണ്ട്. എ ഏർസ്റ്റ്വൈൽ എന്ന് പറയില്ല. ഒന്നാമെന്ന് വെച്ചാൽ ഏർസ്റ്റ്വൈൽ ഇസ് എന്ന സൗണ്ട് എന്താണ്, വവലാണ്, അതുകൊണ്ട് ആൻ ഏർസ്റ്റ്വൈൽ വേണം വരികയാണെങ്കിൽ. പിന്നെ എ മാനും ഞാൻ പറഞ്ഞു സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ, സിംഗുലർ നൗണിന്റെ കൂടെയാണ് എ ഉപയോഗിക്കുക. ഇവിടെ നോക്കിയേ, ഏർസ്റ്റ്വൈൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പറയോ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പറയില്ല, ക്വസ്റ്റ്യൻ പേപ്പർ പറയണം. അല്ലെങ്കിൽ ഹാവ് ഏർസ്റ്റ്വൈൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോർ ആൻ ഐഡിയ കൊടുക്കുക, അല്ലെങ്കിൽ ഹാവ് ആൻ ഏർസ്റ്റ്വൈൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ആൻ ഐഡിയ. കേട്ടോ, ഇതൊന്ന് ക്ലിയർ ആയില്ലേ? ആൻ ഏർസ്റ്റ്വൈലും വേണം, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്ന് അതിൻ്റെ കൂടെ ആൻ ഉപയോഗിക്കാൻ എയും ആനും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഏർസ്റ്റ്വൈൽ
She worked as a techie in an MNC. പണ്ട് ഇപ്പോൾ ഉപയോഗിക്കില്ല അങ്ങനെ എർസ്റ്റ്വൈൽ. ഇപ്പോൾ അഡ്വേർബായിട്ടാണ് ചിപ്പി ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പോൾ അങ്ങനെ അഡ്വേർബൽ എക്സ്പ്രഷനിൽ എർസ്റ്റ്വൈൽ ഉപയോഗിക്കില്ല. ഓക്കെ, ഇപ്പോൾ ആർക്കെങ്കിലും യൂസ് ഇപ്പോൾ ഉപയോഗിക്കാറില്ല. ബട്ട് ഇറ്റ്സ് റൈറ്റ്. ഇറ്റ് കൺസിഡർഡ് ടു ബി എ ഗ്രേവ് ഒഫെൻസ്. യെസ്. ഫോഴ്സ് ആൻഡ് ഫ്രണ്ട്സ് മേക്ക് ദി പേഴ്സൺസ് makes the person's better one. Makes the person better one. Make the person better one. Personനെ better one ആക്കുന്നു, അല്ലെങ്കിൽ persons better ones കൊടുക്കണം. പേഴ്സൺസ് ഓഫ് വ്യക്തികളെ ബെറ്റർ വൺസ് ആക്കുന്നു എന്ന് കൊടുക്കണം കേട്ടോ അർച്ചന. ഫോഴ്സ് ആൻഡ് ഫ്രണ്ട്സ് മേക്ക് ദി പേഴ്സൺസ് ബെറ്റർ വൺസ്, അല്ലെങ്കിൽ ഫോഴ്സ് ആൻഡ് ഫ്രണ്ട്സ് മേക്ക് ദി പേഴ്സൺ ബെറ്റർ വൺ എന്ന് കൊടുക്കുക പ്ലൂറൽ അനുസരിച്ച്. എർസ്റ്റ്വൈൽ ഗ്രേവ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പുടിൻ മേക്സ് അമേരിക്ക എ ഫോ. ഓക്കെ. Andre Agassi, the erstwhile world number one, was a seamless tennis player. Yes. No one is seamless. Yeah, no one is seamless. Yeah. Does for have a verb? Illa. For is not a verb. For verb alla. Can you please correct the grammatical mistake of my question too? Of course. Does for have a verb എന്ന് പറയുന്നത് കറക്റ്റായി യൂസ് ചെയ്യുക. ഡസ് കൂടെ ഹാവ് എന്ന V1 ആണ്, ഒരു പ്രശ്നമില്ല. ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഫോയ്ക്ക് verb ഇല്ല. ഓക്കെ. Verb is not a verb. Okay. Yeah. My foe is my mind. Oh, എൻ്റെ മനസ്സാണ് എൻ്റെ ശത്രു. എനിക്ക് ഇഷ്ടപ്പെട്ട ഗുരുദാസ്. Great. Let's move to next set. Curb. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് curb. Curb എന്ന വാക്കിന്റെ അർത്ഥം noun ആയിട്ടും verb ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. Curb means restrained. തടസ്സം അല്ലെ, ചെക്ക് എന്നൊക്കെ അർത്ഥം. അല്ലെങ്കിൽ verb ആയിട്ട് വരുമ്പോൾ control, restrain ചെയ്യുക എന്നൊക്കെ അർത്ഥം. And proxy എന്ന വാക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മേ ബി 2 months ഒക്കെ ആയി കാണും, ചിലപ്പോൾ 1 month ഒക്കെ ആയി കാണും. പ്രോക്സി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ്. പ്രോക്സി മീൻസ് ഡെപ്യൂട്ടി, അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ്, സബ്സ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ ഡെലിഗേറ്റ് എന്നൊക്കെയാണ് പ്രോക്സി എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ. അടുത്ത വാക്ക് നൗൺ ആണ് പ്രോക്സി. ആൻഡ് സാങ്ഷൻ, നൗൺ. സാങ്ഷൻ എന്ന വാക്ക് നൗൺ ആയിട്ടും verb ആയിട്ടും ഉപയോഗിക്കാം. സാങ്ഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ കൺസെന്റ് കിട്ടി, അപ്രൂവൽ കിട്ടി എന്നൊക്കെ പറയില്ലേ, അല്ലെ, അതാണ് അപ്രൂവൽ. എന്നാൽ വേറൊരിടത്തുണ്ട് ലിഫ്റ്റ് ദ സാങ്ഷൻസ് ഫ്രം ഇറാൻ. ഇറാന്റെ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യുക, അതായത് പണിഷ്മെന്റ്, പെനൽറ്റി ലിഫ്റ്റ് ചെയ്യുക കേട്ടോ. ഇതുകൊണ്ട് കേട്ടോ പണിഷ്മെന്റ്. ഇന്നാൾ എന്നോട് ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് സാങ്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തിരിക്കുക. പോസിറ്റീവ് മീനിങ് ആണ് കൺസെന്റ് എന്നർത്ഥം, നെഗറ്റീവ് മീനിങ് ആണ് പണിഷ്മെന്റ്, പെനൽറ്റി എന്നർത്ഥം. മനസ്സിലായോ? അത് ഈ ഇറാന്റെ ഇഷ്യൂ പറഞ്ഞപ്പോഴും ഉക്രൈൻ റഷ്യ പ്രശ്നം വരുമ്പോഴൊക്കെ ഞാൻ സാങ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ വേർബ് വരുമ്പോൾ ഒബ്വിയസ്ലി അപ്രൂവ് ചെയ്യുക എന്നർത്ഥം, പണിഷ് ചെയ്യുക എന്നുള്ള അർത്ഥം. ഓക്കെ, വേർബ് വരുമ്പോൾ. അടുത്ത കൺവെൻഷണൽ ഐഡിയോളജി എന്നൊക്കെ കേട്ടിട്ടില്ലേ? കൺവെൻഷണൽ ഐഡിയോളജി, കൺവെൻഷണൽ തിങ്കിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ വളരെ ഓർഡിനറി ആയിട്ടുള്ള, യൂഷ്വൽ ആയിട്ടുള്ള ഒരു സെറ്റ് പാറ്റേൺ ഉണ്ടല്ലോ, നമ്മൾ ഫോളോ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്ന പാറ്റേണിനെ കൺവെൻഷണൽ പാറ്റേൺ എന്ന് പറയും. കൺവെൻഷണൽ പാറ്റേൺ, കൺവെൻഷണൽ തിങ്കിങ് എന്നൊക്കെ പറയും. കൺവെൻഷണൽ സ്ട്രക്ചർ എന്നൊക്കെ പറയും. കൺവെൻഷണലിന്റെ മാറ്റമുള്ളതിനെ റാഡിക്കൽ എന്നൊക്കെ പറയും. റാഡിക്കൽ ഇസ് ചേഞ്ച് ആണ്, പുതിയ കാര്യമാണ്. റാഡിക്കൽ ഇസ് ചേഞ്ച്. കൺവെൻഷണൽ ഇസ് ആ പഴയ കാലഘട്ടത്തിലെ നോർമൽ ആയിട്ടുള്ള നമ്മൾ സെറ്റ് സ്റ്റാൻഡേർഡ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ പറയും കൺവെൻഷണൽ, റെഗുലർ, യൂഷ്വൽ, ഓർഡിനറി എന്നൊക്കെ പറയും. ഓക്കെ. അടുത്തത് പ്രാഗ്മാറ്റിക്. You have to have a pragmatic approach towards the problem. ഈ പ്രോബ്ലത്തോട് നിനക്കൊരു പ്രാഗ്മാറ്റിക്കൽ അപ്രോച്ച് വേണം. പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രാക്ടിക്കൽ ആയിട്ടുള്ള, അതായത് സയന്റിഫിക് ആയിട്ട് നമ്മൾ പറയില്ലേ പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും കാര്യം നടക്കണം, ചുമ്മാ പറഞ്ഞുകൊണ്ട് വരുന്നിട്ട് കാര്യമില്ല. പ്രാഗ്മാറ്റിക്കിന്റെ ഓപ്പോസിറ്റ് എന്താ വെച്ചാൽ നമ്മൾ പറയാം ഐഡിയൽ, ഐഡിയലിസ്റ്റിക് ഓപ്പോസിറ്റ്. പ്രാഗ്മാറ്റിക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഐഡിയലിസ്റ്റിക്. ഐഡിയലിസ്റ്റിക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇയാൾ ഈ ഐഡിയലിസ്റ്റിക് ആയ ഒരാൾ അല്ലെങ്കിൽ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയോളജി എന്താണ്? ഐഡിയ മാത്രമേ ഉള്ളൂ, കാര്യങ്ങളൊന്നുമില്ല, സംഭവം നടക്കില്ല, പറച്ചിൽ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഐഡിയലിസ്റ്റിക്. വളരെ ഐഡിയലിസ്റ്റിക് ചിന്താഗതിയുള്ള ആളാണ് നമ്മുടെ ക്യുഹോത്തെ പറയത്തില്ല, ക്യുഹോത്തിക് കേട്ടിട്ടുണ്ടായിരിക്കും. അതാണ് ഐഡിയൽ, അതായത് ഐഡിയോളജിയുടെ അങ്ങേയറ്റമാണ്. അതാണ് ഈ പറഞ്ഞ ക്യുഹോത്തിക് എന്ന് പറയുന്നത്. പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, റീസണബിൾ ആയിട്ടുള്ള, ലോജിക്കൽ ആയിട്ടുള്ള, അതിനെയാണ് പ്രാഗ്മാറ്റിക് എന്ന വാക്കിന്റെ അർത്ഥം. പ്രാക്ടിക്കൽ, റീസണബിൾ, ലോജിക്കൽ. ഐഡിയലിസ്റ്റിക് ആണ് അതിന്റെ ഓപ്പോസിറ്റ് കേട്ടോ. ഓക്കെ. ഇറ്റ് ഇസ് ഇംപോസിബിൾ ടു പുട്ട് ഫോർവേഡ് എ സീംലെസ് ഡെവലപ്മെന്റ് പോളിസി ബിക്കോസ് കോൺട്രഡിക്ഷൻസ് ആർ ഇന്നെവിറ്റബിൾ. യെസ് ഇറ്റ് ഇസ്. കടിഞ്ഞാണല്ലേ? ഓക്കെ, അത് തന്നെ കർബ്. യാ. Reading editorial session daily is a bedrock for improving vocabulary. Yes, it is. Of course it is. Curbing violence is a difficult task. Yeah, controlling violence is a difficult task. അത് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ,
പറയാൻ പറ്റില്ല. നമ്മൾ മനുഷ്യർക്ക് എപ്പോഴാണ് ദേഷ്യം വരാന്ന് പറയില്ല. വി ഡോണ്ട് നോ വാട്ട് വി ഡു അല്ലേ. ചില സമയത്ത് നമ്മൾ വി ആർ അൺകൺട്രോളബിൾ ആണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വിൽ സ്മിത്തിന്റെ ആക്ഷൻ അല്ലേ, നമുക്കതിനെ പോസിറ്റീവായിട്ടും പറയാം നെഗറ്റീവായിട്ടും പറയാം. ചില സമയത്ത് വി ആർ എന്താ പറയുക, വി ഡോണ്ട് നോ വാട്ട് ടു ഡു, വി ആർ ഹെൽപ്ലെസ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. ചില സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ്സ് ഇറ്റ്. സോ വയലൻസ് ഒക്കെ അങ്ങനെയാണ്. Amendment of erstwhile fuel price agreement with oil companies, the government devises foe among people. Devices enemy among people and bedrock of Indian economy touches grave issue. Amendment of earlier fuel price agreement with oil companies, the government devises foe. Device ചെയ്തു foe enemies among people and bedrock of Indian economy touches grave issue. Okay, fine. Sentence ഇച്ചിരി വലുതാന്നേ ഉള്ളൂ, സംഭവം കുഴപ്പമൊന്നുമില്ല. Most of the people are afraid to change what? Change from the alla. Most of the people are afraid to change the conventional thoughts. Get off. Change what? Change എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് verb. Change what? ട്രാൻസിറ്റീവായിട്ട് ഉപയോഗിക്കാം. ചേഞ്ച് ഫ്രം ദ എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. ചേഞ്ച് ഫ്രം ദ കൺവെൻഷണൽ തോട്ട്സും കറക്റ്റ് ആണ്, ചേഞ്ച് ദ കൺവെൻഷണൽ തോട്ടും കറക്റ്റ് ആണ് കേട്ടോ. രണ്ട് രീതിയിലും പറയാം ചിപ്പി. ഓക്കെ, കൺവെൻഷണൽ ഫോംസ് ഓഫ് എനർജി cause more pollution. All right, yes. Yeah. Conventional ideas don't bring any improvements. Yeah. Nehru followed the pragmatic approach of non-alignment in foreign relations. Yes. The United States of America threatened their allies with sanctions. Yes. You should think in a pragmatic way. Yes. It is difficult to frame a seamless policy, but we should make a bedrock of ideas for grave matters to curb failure. Yes. Chris Rock dealt the situation with utmost professionalism. That's right, Akshay, that's right. അയാൾ ചെയ്തും പരിപാടി മാറിപ്പോയി, തെറ്റായിരുന്നു, അത് വേറെ കാര്യം. പുള്ളി അങ്ങനെ പറയാൻ പാടില്ല, ബിക്കോസ് ഇറ്റ്സ് ഹെൽത്ത് ഇഷ്യൂ. അതിനെപ്പറ്റി അങ്ങനെ പറയണ്ട, അതിന് വെച്ചൊരു തമാശ ഉണ്ടാക്കാൻ പാടില്ല. അത് നമ്മുടെ കേരളത്തിലൊക്കെ നമുക്കത് വലിയ കുഴപ്പമായിട്ട് തോന്നില്ല കേട്ടോ, ഇന്ത്യയിലൊക്കെ. കാരണം ഇന്ത്യയിലൊക്കെ നമ്മൾ വൾഗർ കോമഡി എന്ന് പറയുന്നതിനെ എന്താ പറയുക, വളരെ തേർഡ് റേറ്റഡ് ആയിട്ടുള്ള കോമഡി കേട്ടിട്ട് ഉള്ള ആൾക്കാരായതുകൊണ്ട് ഇന്ത്യക്കാർക്ക് മലയാളികൾക്ക് ഒരു പുതുമയല്ല. പക്ഷേ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം മൂവീസിലൊക്കെ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോമഡീസ് ഒക്കെ വളരെ ക്രൂഷ്യലായി ഗ്രേവ് സിറ്റുവേഷനാണ്, ഗ്രേവ് പ്രോബ്ലമാണ്. പക്ഷേ പ്രോബ്ലം ഇസ് വയലൻസ് അല്ല ഒരു കാര്യത്തിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ട രീതി. വൺ ഷുഡ് ട്രൈ ആൻഡ് ബി പ്രാഗ്മാറ്റിക് വൈൽ സെറ്റിംഗ് ഗോൾസ് ഫോർ വൺ സെൽഫ്. യെസ്, ദാറ്റ്സ് റൈറ്റ്. വി ഷുഡ് കർബ് ദ സോഷ്യൽ ഈവിൾസ്. യെസ്, he selected as his proxy because he is selected അവൻ സെലക്ട് ചെയ്യപ്പെട്ടു മറ്റേ പ്രോക്സി ആയിട്ട് because of his pragmatic dealings. Because his pragmatic dealings അല്ല, because of വരുമ്പോൾ പ്രൊപ്പോസിഷണൽ ഫ്രേസ് ആയി. ബിക്കോസ് ആയെങ്കിൽ പിന്നെ അതൊരു അടുത്ത ക്ലോസ് കൊടുക്കണം കേട്ടോ. ബിക്കോസ് ഹിസ് പ്രാഗ്മാറ്റിക് ഡീലിംഗ്സ് വർ ഗുഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണം. അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത്ര കൊടുത്താൽ മതി. പാർവതി, he is selected as his proxy because of his pragmatic dealings. Okay, pragmatic actions bring solution. അലോപേഷ്യ ഉള്ള ആളിന്റെ കളിയാക്കൽ തേർഡ് റേറ്റ് കോമഡി തന്നെയാണ്. യെസ് ഇറ്റ് ഇസ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തോട്ട് പോവാം, നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോവാം. സോ ഐ ഹോപ്പ് നമ്മുടെ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ് ടു അവർ സെന്റൻസസ്. അപ്പോൾ ക്ലിയർ ആയെങ്കിൽ ഒരു സെന്റൻസ് നമ്മൾ ആർട്ടിക്കിളിലോട്ട് പോകാം. എളുപ്പമായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്, സിമ്പിൾ റീഡ് ആണ്. ലെറ്റ്സ് റീഡ്. അപ്പോഴേക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ട് എല്ലാവരും. അതുപോലെ നമ്മുടെ ഡബിൾ വാലിഡിറ്റി ഓഫർ ഉള്ളവരും പിന്നെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താണ്, നമുക്ക് ഡബിൾ വാലിഡിറ്റി ഓഫർ ഇപ്പോൾ ഉണ്ട്. അതായത് നിങ്ങൾക്ക് 1 വർഷം കിട്ടുന്ന കോഴ്സ് 2 വർഷത്തേക്ക് നിങ്ങളുടെ കോഴ്സിന്റെ കാലാവധി, അതായത് ലൈവ് ക്ലാസ്സുകൾ 2 മാസം 1.5 മാസമൊക്കെ ഉള്ളൂ. പക്ഷെ അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും നിങ്ങളുടെ അക്കൗണ്ടിൽ. ഒരു 2 വർഷത്തേക്കും നോട്ട്സും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിവിഷന് വേണ്ടിയിട്ട് എടുത്ത് നോക്കാം. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. ഇത്രയും എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യും. 50 days ക്രാഷ് കോഴ്സ് 10th പ്രിലിംസിന് തുടങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ മറന്നു പോയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. 4 to 5:30 and 6:30 to 8 PM ആണ് നമ്മുടെ ക്ലാസ്. 28-ാം തീയതി ആരംഭിച്ചു. അതുപോലെ ഡിഗ്രി പ്രിലിംസിന്റെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലോങ് ബാച്ച് ആണ്. നമ്മൾ തുടങ്ങിയത് March 1-ലാണ്. പക്ഷേ ആഴ്ചയിൽ 4 ക്ലാസ്സുകൾ, 4 ദിവസമേ ക്ലാസ് ഉള്ളൂ. ബട്ട് 2 ക്ലാസ് പോകുന്ന ദിവസങ്ങളിൽ കേട്ടോ. 6 മുതൽ 7 വരെയും 8:30 മുതൽ 10 മണി. അപ്പോൾ ഈ കോഴ്സുകളുടെ കാര്യം മറക്കണം. ESIC SSOയുടെ, അതുപോലെ ബാങ്കിങ്ങിന്റെ കോഴ്സ്, ഇംഗ്ലീഷ് പ്രോയുടെ കോഴ്സ്, 10th പ്രിലിംസിന്റെ കോഴ്സ്, ഡിഗ്രി ലെവലിന്റെ ബാച്ചൊക്കെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറക്കാതെ ജോയിൻ ചെയ്യണം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. യെസ് പീപ്പിൾ, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക ആൻഡ് ഷെയർ ഇറ്റ് അമംഗ് ആസ് മെനി ആസ് പോസിബിൾ. നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫാമിലി മെമ്പേഴ്സിന്, നിങ്ങളുടെ കൊളീഗ്സിനൊക്കെ അയച്ചു കൊടുക്കുക. ലെറ്റ് ദം വാച്ച് ആൻഡ് റീഡ്. ഓക്കെ, ലെറ്റ് സി. ഐഡന്റിറ്റി ആൻഡ് പ്രൈവസി. ഇവിടെ എന്തിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഡന്റിറ്റിയും പ്രൈവസിയാണ്.
ഞാൻ പറഞ്ഞു ഇന്നത്തെ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിസണേഴ്സിനെ പറ്റിയാണ്. തടവിലുള്ള ആൾക്കാരുടെ ഐഡന്റിറ്റിയെ പറ്റിയും പ്രൈവസിയെ പറ്റിയുള്ള ഇഷ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പ്രിസണേഴ്സ് ഐഡന്റിഫിക്കേഷൻ ബിൽ which raises privacy and data safety concerns requires deep scrutiny. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ബില്ല് പ്രസന്റ് ചെയ്തായിരുന്നേ പ്രിസണേഴ്സിന്റെ ഐഡന്റിഫിക്കേഷനെ പറ്റി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ, പ്രിസണേഴ്സിന്റെ അപ്പോസ്ട്രോഫി വന്നേക്കുന്ന പ്രിസണേഴ്സിൽ എസ് കഴിഞ്ഞിട്ടാണ്. പ്ലൂറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എസ് അവസാനിക്കുന്ന വാക്കുകൾ അപ്പോസ്ട്രോഫി ഇടുമ്പോൾ വീണ്ടും എസ് ഇട്ട് കൊടുക്കുന്ന കാര്യമില്ല. പ്രിസണേഴ്സ് എന്ന എസിന്റെ കൂടെ വെറും ഒരു അപ്പോസ്ട്രോഫി മാത്രം മതി. അതൊരു റൂളാണ് കേട്ടോ, ഗ്രാമറിലെ ഒരു റൂൾ ഓർത്ത് വെച്ചോണം. അപ്പോൾ പ്രിസണേഴ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ബില്ല് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്തു. ബട്ട് ഇറ്റ് റേസസ് അത് ഉയർത്തുന്നുണ്ട് പ്രൈവസി ആൻഡ് ഡേറ്റ സേഫ്റ്റി കൺസേൺസ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രൈവസി ഇല്ലായ്മ അല്ലേ. അതുപോലെ ഡേറ്റ സേഫ്റ്റി നമുക്കില്ല, ഡേറ്റ ചോരുന്നു നമ്മുടെ നാട്ടിലുണ്ട്. കാരണം നിങ്ങൾ തന്നെ അറിയാലോ, വീട്ടിലേക്കൊക്കെ ഫോണൊക്കെ വരും അല്ലേ, ഒരു കമ്പനിയിൽ നിന്നൊക്കെ ഫോണൊക്കെ വരാറുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ആ ഡേറ്റ ഈസ് സർക്കുലേറ്റഡ്, അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഡേറ്റ സേഫ്റ്റി കൺസേൺസും ഡീപ്പ് സ്ക്രൂട്ടിനി ആവശ്യമുണ്ട്. വളരെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സ്ക്രൂട്ടിനി എന്നാൽ എക്സാമിനേഷന് ശേഷം മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഈ പറഞ്ഞ പ്രിസണേഴ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ബില്ല് പാസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. സോ ലെറ്റ്സ് സീ, അത് ക്ലിയർ അല്ലേ? അപ്പോൾ അതിന് മുമ്പ് പാൻഡമിക് മെയ്ഡ് എ ചേഞ്ച് ഇൻ കൺവെൻഷണൽ ഷോപ്പിംഗ് സിസ്റ്റം. യെസ് സോണൽ, ഇറ്റ്സ് ഹൈ ടൈം വി സെറ്റ് ഹയർ സ്റ്റാൻഡേർഡ്സ് ഫോർ കോമഡി ആസ് ഓഡിയൻസ്. യെസ് ഇറ്റ് ഈസ്. ഓസ്കർ മൊമെന്റ്സ് ഒക്കെ ഇപ്പോൾ സ്റ്റേജ് ആണ് എന്നൊരു ആരോപണമുണ്ട്. അതുണ്ട്. പക്ഷേ ഇതെനിക്ക് വേണ്ട അത്ര സ്റ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഹി വാസ് സോ പ്രൊവോക്ഡ്. അതൊരു സ്റ്റേജ് ഇഷ്യൂ. എനിക്ക് തോന്നുന്നു വിൽ സ്മിത്ത് സ്റ്റേജ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ആൻഡ് യു റിമെമ്പർ ഹിസ് ഡയലോഗ് അല്ലേ, പുള്ളി പറഞ്ഞ ഡയലോഗ് കേട്ടോ, 2 തവണ റിപ്പീറ്റ് ചെയ്തു. ഇറ്റ്സ് നോട്ട് എ സ്റ്റേജ്ഡ് വൺ. I think it comes out of him automatically, natural ആയിട്ട് വന്ന പോലെ എനിക്ക് തോന്നുന്നു. You may appoint a proxy to vote for you. That's right. ചിപ്പി, okay? Yeah. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? നമുക്ക് തുടങ്ങാം. The Union government's latest proposal to enable the collection of biometric and biological data from prisoners, beside the usual physical measurements, photographs, and fingerprints, raises serious questions about its legal validity. Such questions are inevitable in an era in which people look at official efforts to gather personal data with suspicion. The practice of recording the photographs and fingerprints of prisoners is more than a century old in the country backed. Okay. അപ്പോൾ യൂണിയൻ ഗവൺമെന്റിന്റെ കഴിഞ്ഞ ദിവസത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രപ്പോസൽ എന്താ വെച്ചാൽ എനേബിൾ ചെയ്യണം കളക്ഷൻ ഓഫ് ബയോമെട്രിക് ആൻഡ് ബയോളജിക്കൽ ഡേറ്റ ഫ്രം പ്രിസണേഴ്സിൽ നിന്ന്, തടവുകാരിൽ നിന്ന് അവരുടെ ബയോമെട്രിക്സ്, അതായത് എല്ലാവരും നമ്മുടെ കണ്ണിന്റെ എല്ലാം കംപ്ലീറ്റ് ഫിംഗർ പ്രിന്റ്, ഐ സ്കാൻ എല്ലാം കൂടെ വരും. അതുപോലെ തന്നെ ബയോമെട്രിക്കും അതുപോലെ തന്നെ ബയോളജിക്കൽ ഡേറ്റയും കളക്ട് ചെയ്യണം. ബിസൈഡ്സ് ദ യൂഷ്വൽ ഫിസിക്കൽ മെഷർമെന്റ്സ്. നമുക്കറിയാം യൂഷ്വൽ ഫിസിക്കൽ മെഷർമെന്റ്സ് ഉണ്ടല്ലോ, അവരെ കൊണ്ടൊരു ഇത് പിടിപ്പിച്ചിട്ട് അവരുടെ പേര്, നമ്പർ വെച്ചിട്ട്, ഏജ് വെച്ചിട്ട്, ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ, സൈഡിൽ നിന്നൊരു ഫോട്ടോ, ഈ സൈഡിൽ തിരിഞ്ഞൊരു ഫോട്ടോ, ഫിസിക്കൽ മെഷർമെന്റ്സ് ഉണ്ട്, അവരുടെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നു, ഫിംഗർ പ്രിന്റ്സ് എടുക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതുകൂടാതെയുള്ള ബയോമെട്രിക്സും ബയോളജിക്കൽ ഡേറ്റാസും എടുക്കുമ്പോൾ, ഡേറ്റയും കൂടെ എടുക്കുമ്പോൾ ദാറ്റ് ഈസ് റേസിംഗ് എ സീരിയസ് ക്വസ്റ്റ്യൻ. അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉയർത്തുന്നുണ്ട് അബൌട്ട് ഇറ്റ്സ് ലീഗൽ വാലിഡിറ്റി എന്നാ പറയുന്നത്. അപ്പോൾ അതിനൊരു നിയമവസ്തുത, നിയമപരമായിട്ട് അതിന് എത്രത്തോളം വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതിനെ ഒന്ന് ചോദ്യം ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് എന്നാണ് പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ അത് വളരെ ഇന്നവിറ്റബിൾ ആയ ഒരു കാര്യമാണ്. അത് അൺഅവോയ്ഡബിൾ, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് അൺഅവോയ്ഡബിൾ, അവോയ്ഡ് ചെയ്ത് കളയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു എറയിൽ ഇങ്ങനെ ഒരു എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഒരു കാര്യത്തിന് പ്രത്യേകത എന്താ? പീപ്പിൾ ലുക്ക് അറ്റ് ഒഫീഷ്യൽ എഫേർട്സ്. നമ്മൾ ഏത് എടുക്കുവാണെങ്കിലും അതിനെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കണം. ബിക്കോസ് പേഴ്സണൽ ഡേറ്റയെ ഇന്നത്തെ കാലത്ത് ഗ്യാദർ ചെയ്യുന്നത് വളരെ സംശയത്തോടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ, പെഗസസ് കേസൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം, അതൊക്കെ ഒരുപാട് നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഡേറ്റ ചോർച്ച ഈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഇന്നവിറ്റബിൾ പാർട്ടാണ് ലൈഫിൽ. ഇപ്പോൾ ഇന്നവിറ്റബിൾ പാർട്ടാണ് നമുക്ക് പ്രൈവസിയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുമ്പോൾ വരെ പേടിക്കണം. കാരണം നമ്മുടെ ഡേറ്റ എല്ലാം അവർക്കറിയാം. ബിക്കോസ് വി ആർ എഗ്രീയിങ് ടു യുവർ കണ്ടീഷൻസ് അല്ലേ, റൂൾസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുവാണ്. അപ്പോൾ ഈ റെക്കോർഡിങ്, ഫോട്ടോഗ്രാഫ്സ് റെക്കോർഡ് ചെയ്യുന്ന, ഫിംഗർ പ്രിന്റ്സ് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ സെഞ്ചുറി ഓൾഡ് കാര്യമാണ്. 100 വർഷത്തെക്കാളും മേലെ, മോർ ദൻ 100 yearsന്റെ ഒരു പാറ്റേൺ ഉണ്ട് കൺട്രിയിൽ ഉള്ളതാണ് ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫ്സും ഫിംഗർ പ്രിന്റ്സും ഒക്കെ കൊടുക്കുന്ന കാര്യം. ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ കൊളോണിയൽ ലോ ഡേറ്റിംഗ് ബാക്ക് ടു 1920. ഇത് തുടങ്ങിയത് എപ്പോഴാണ്? ശരിക്കും പറഞ്ഞാൽ ഇത് സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ സാങ്ഷൻ ചെയ്തത് എപ്പോഴാണ്? സ്പോൺസർ ചെയ്തത് ആരാ? കൊളോണിയൽ ലോ ആണ്. പണ്ട് നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലം ഉണ്ടല്ലോ, കൊളോണിയലിസം, നമ്മൾ അവരുടെ കോളനിയുടെ കീഴെയായിരുന്നപ്പോൾ ആയിരുന്ന സമയത്ത്, ബ്രിട്ടീഷ് റൂളിൽ ആയിരുന്ന സമയത്ത് 1920
സമയത്ത് തുടങ്ങിയതാണ് ഈ ഫിംഗർ പ്രിന്റ്സ് ഫോട്ടോഗ്രാഫിന്റെയും പരിപാടികളൊക്കെ. അതിൽ ഏജ് ഓൾഡ് ട്രഡീഷൻ തന്നെയാണ്, മോർ ദൻ 100 ഇയേഴ്സിന്റെ പഴക്കമുണ്ട്. പക്ഷേ ഈ ബയോമെട്രിക്സ് ഒക്കെ വരുമ്പോഴാണ് കുറച്ച് പ്രശ്നം. അതിൽ ബാക്കി വരുന്ന ബയോളജിക്കൽ ഡേറ്റ് വരും, ബ്ലഡ് സാമ്പിൾസ് ഒക്കെ വരും അതിൽ. ദ യൂണിയൻ ഗവൺമെന്റ് now proposes to expand the idea of taking measurements to cover finger impressions, palm print impressions, footprint impressions, physical, biological samples and their analysis, besides behavioral attributes including signatures and handwriting. The Criminal Procedure Identification Bill 2022, which embodies this goal, has been introduced in the Lok Sabha. Lok Sabha കഴിഞ്ഞ ദിവസം introduce ചെയ്തു. Some members have argued that the bill went against the Supreme Court's landmark judgment declaring privacy as a fundamental right in KS Puttaswamy. അപ്പോൾ പറയുന്ന വെച്ചാൽ ഈ ഒരു ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം ഇത് പ്രസന്റ് ചെയ്തപ്പോൾ പറഞ്ഞെന്താണ്, യൂണിയൻ ഗവൺമെന്റ് പറയുന്ന പ്രപ്പോസൽ ഇതാണ്. അവർ പ്രപ്പോസ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഈ ഐഡിയ കുറച്ചുകൂടെ എക്സ്പാൻസീവ് വരുന്നത്, കുറച്ചുകൂടെ ഒന്ന് വൈഡ് ആക്കണം, കുറച്ചുകൂടെ വലിയൊരു രീതിയിലോട്ട് അത് കൊണ്ടുപോകണം. കാരണം മെഷർമെന്റ്സ് എന്തൊക്കെ കവർ ചെയ്യണം? ഫിംഗർ ഇംപ്രഷൻസ് കവർ ചെയ്യണം, പാം ഇംപ്രഷൻസ് കവർ ചെയ്യണം. ഫിംഗർ ഇംപ്രൻസ് മാത്രമല്ല കേട്ടോ, ഫിംഗർ ഇംപ്രഷൻസ്, നമ്മുടെ പാം ഇംപ്രഷൻസ്, പാം പ്രിന്റിന്റെ ഇംപ്രഷൻസ് വേണം, ഫുട് പ്രിന്റിന്റെ ഇംപ്രഷൻസ് വേണം. ഓക്കെ, മാത്രമല്ല ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ അട്രിബ്യൂട്ട്സ്, ബയോളജിക്കൽ സാമ്പിൾസ് വേണം, ആൻഡ് അവയുടെ അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് വേണം. അതിൻ്റെ കൂടെ ബെസൈഡ്സ് കൂടാതെ ബിഹേവിയറൽ അട്രിബ്യൂട്ട്സ്, ബിഹേവിയറൽ കാര്യങ്ങൾ വേണം, ലൈക്ക് സിഗ്നേച്ചർ, ഹാൻഡ് റൈറ്റിംഗ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വേണം എന്ന് പറയും. ഇതെല്ലാം വരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ദി ക്രിമിനൽ പ്രൊസീജിയർ ഐഡന്റിഫിക്കേഷൻ ബിൽ 2022 എംബോഡി ചെയ്യുന്ന ഗോൾ എന്താ വെച്ചാൽ, ഇത് ലോക്സഭ ഇതൊക്കെയാണ് ഇതിൽ എംബോഡി ചെയ്ത കാര്യങ്ങൾ കേട്ടോ. ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു ഗോളോട് കൂടിയാണ് ഇവയെല്ലാം കൂടെ കൊണ്ടുവരിക എന്ന ഒരു അംബ്രല്ല ടേമിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ ഒരു റൂൾ. ഡിബേറ്റബിൾ ടോപ്പിക് ആണ്. സം മെമ്പേഴ്സ് ചിലർ പറയുന്നു ഇത് നമ്മുടെ സുപ്രീം കോർട്ടിന്റെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആയ അതിനെതിരാണ്, പ്രൈവസിക്ക് എതിരാണ്, ഡിക്ലയറിംഗ് പ്രൈവസിക്ക് എതിരാണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആയ നമ്മുടെ പ്രൈവസിക്ക് എതിരാണ് എന്നാണ് പറയുന്നത് ഇൻ KS Puttaswamy. ഓക്കെ പറയുന്നു. ആൻഡ് സം contended that, some argued that, ചിലർ ആർഗ്യൂ ചെയ്യുന്നു that the bill enable coercive drawing of samples and possibly involved a violation of Article 23. Article 23 ഇതിൽ വരുന്നത് which protects the right against self-incrimination. There are other concerns too, such as means by which data collected will be preserved, shared, disseminated and destroyed. The bill allows the records to be preserved for 75 years and to be destroyed earlier if person is discharged or acquitted. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മുടെ എന്ന് വെച്ചാൽ ഒരു കൊയസീവ് ഡ്രോയിങ് ആണ്, ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള, അതായത് കറക്റ്റായിട്ട് ഏർജന്റ് ആയിട്ടുള്ള ഫോഴ്സ്ഫുൾ ആയിട്ട് ഇവർ ഡ്രോ ചെയ്തെടുക്കുകയാണ്, സാമ്പിൾസ് ഡ്രോ ചെയ്തെടുക്കുന്നു, ആൾക്കാരിൽ നിന്ന് എടുക്കുന്നു അല്ലേ. പോസിബിൾ ഇൻവോൾവ് അതൊരു വയലേഷന് കാരണമാകാം ഓഫ് ആർട്ടിക്കിൾ 23. എന്താണ് ആർട്ടിക്കിൾ 23 നിങ്ങൾക്ക് അറിയാം. സോ ആർട്ടിക്കിൾ 23യുടെ വയലേഷൻ ആയിട്ട് മാറുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? റൈറ്റ് അഗൈൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ. ഇൻക്രിമിനേഷൻ മീൻസ് ദ ആക്ട് ഓഫ് ഒരാളെ നമ്മൾ ഗിൽറ്റി ആന്ന് പറയുന്ന മുദ്ര കുത്തുന്നതിനെയാണ് ഇൻക്രിമിനേഷൻ. ഇൻക്രിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ ഗിൽറ്റി ആന്ന് പറയുന്നു. കുറ്റം ആരോപിക്കുക ഈസ് ഇൻക്രിമിനേറ്റിംഗ് എ പേഴ്സൺ. ഇൻക്രിമിനേഷൻ ഇസ് കുറ്റാരോപണം ഇസ് ഇൻക്രിമിനേഷൻ. അപ്പോൾ സെൽഫ് ഇൻക്രിമിനേഷന് കാരണമാകുന്നു, അതിൻ്റെ എഗൻസ്റ്റ് ആവും. വേറെ കൺസേൺസും ഉണ്ട്. അതായത് ഈ ഡേറ്റ കളക്ട് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇത് പ്രിസർവ് ചെയ്ത് വെക്കുന്നതിൻ്റെ കാര്യം ഒന്ന്, ആൻഡ് ഇത് ഷെയർ ചെയ്യപ്പെടുന്നത്, ആൻഡ് അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്നത്, ആൻഡ് ഡിസ്ട്രോയ് ചെയ്തു പോകുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം ഇത് നിൽക്കുകയാണ്. പ്രിസർവ് ചെയ്യുന്നുണ്ടോ, ഷെയർ ചെയ്യുന്നുണ്ടോ, ഡിസമിനേറ്റ് ചെയ്യുന്നുണ്ടോ, ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത്. കാര്യം ഈ ബില്ലിൽ പ്രത്യേകത വെച്ചാൽ ഈ റെക്കോർഡ് 75 വർഷത്തേക്ക്, ഇതിന്റെ റെക്കോർഡ്സ് നമുക്ക് 75 വർഷത്തേക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്ത് കളയാം. എപ്പോഴാണ് ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നത്? ഓർ അതിന് മുമ്പ് വേണമെങ്കിൽ 75 വർഷത്തിന് മുമ്പ് വേണമെങ്കിൽ കൊടുക്കാം. ബിക്കോസ് ഈ പേഴ്സൺ നേരത്തെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടാലോ, അല്ലെങ്കിൽ അദ്ദേഹം കുറ്റവിമുക്തനായാലോ, അക്വിറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിസ്ട്രോയ് ചെയ്യാം. അതാണ് ഈ ബില്ലിന്റെ ഒരു പോസിബിലിറ്റി. ഇത്രയും കാര്യമാണ് ബില്ലിനെ പറ്റി. മൂവിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. The concern over privacy and safety of the data is undoubtedly significant. അപ്പോൾ നമ്മൾ അതിന്റെ പോസിറ്റീവ് കാര്യങ്ങളെ പറ്റി ഇപ്പോൾ പറഞ്ഞു. ഇനി നമ്മൾ ലെറ്റ് സീ ദ നെഗറ്റീവ് ആസ്പെക്ട്സ്, എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് ഇതിനുണ്ടെന്ന് നോക്കാം, ഡിമെറിറ്റ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കൺസേൺ എന്താ വെച്ചാൽ പ്രൈവസിയും സേഫ്റ്റിയും ഓർക്കണം. ഈ ഡേറ്റയുടെ സേഫ്റ്റി ആൻഡ് പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, ആ ഒരു കൺസേൺ തന്നെയാണ്. Such practices that involve the collection, storage and destruction of vital details of a personal nature ought to be introduced only after a strong data protection law with stringent punishment for breaches is in place.
The 1920 law enabled the taking of measurements from convicts sentenced to a prison term of 1 year and above, and anyone arrested on a charge that attracts such a prison term. And thirdly, one who has furnished a bond for good behavior and peace. However, the present bill includes all convicts and anyone arrested under any law in force or detained under any preventive detention law. There is a പറഞ്ഞു വരുന്ന കാര്യത്തെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഈ പറയുന്ന നമ്മുടെ സാമ്പിൾസിന്റെ കളക്ഷൻ, സ്റ്റോറേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ, അതായത് ഈ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഓർക്കുന്നത്. ഇത് വളരെ ഡീറ്റെയിൽസ്, വൈറ്റൽ ഡീറ്റെയിൽസ്, ഒരാളുടെ പേഴ്സണൽ നേച്ചറിലുള്ള അയാളുടെ പേഴ്സണൽ നേച്ചറിലെ ഡീറ്റെയിൽസ് ആണ്. അതിന്റെ ഡിസ്ട്രക്ഷനും അതിന്റെ കളക്ഷനും അതിന്റെ സ്റ്റോറേജും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേ പ്രൊവൈഡഡ് ദസ് എ കണ്ടീഷൻ അപ്ലൈഡ്. ഏതാണ് കണ്ടീഷൻ? ഒരു സ്ട്രോങ് ഡേറ്റ പ്രൊട്ടക്ഷൻ ലോ നമ്മുടെ നാട്ടിലുണ്ടോ? നമ്മുടെ നാട്ടിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ ലോ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾക്കത് പുട്ട് ഫോർത്ത് ചെയ്യാം, മുന്നോട്ട് വെക്കുക, ബില്ല് പാസ് ചെയ്തോ, ഒരു പ്രശ്നമില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വയലേറ്റ് ചെയ്യുന്നവരെ പണിഷ് ചെയ്യും. ഇല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുന്നവന്മാർ സുഖമായിട്ട് ഇറങ്ങിപ്പോവും അല്ലേ? ബ്രീച്ച് ചെയ്യുന്നവർ അല്ലെ, ബ്രീച്ചസ് വയലേഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഇവർക്ക് ഒരു നിയമ നടപടി എടുക്കാതെ ഇവന്മാരൊക്കെ സുഖമായിട്ട് ഇറങ്ങി നടക്കും. അപ്പം നമ്മുടെ ഡേറ്റ പോയത് നമ്മുടെ നഷ്ടം, നമ്മളത് കോടതി കയറിയാൽ നമ്മുടെ പൈസ പോവും. ദാറ്റ്സ് ഇറ്റ്, നത്തിങ് ഹാപ്പൻസ് അല്ലേ? അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഈസ് ഇൻ പ്ലേസ്. സംതിങ് ഈസ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ, ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്രേസ് ആണ് ഈസ് ഇൻ പ്ലേസ് അല്ലേ? ഇൻ പ്ലേസ്. ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻ പ്ലേസ് മീനിങ് കേട്ടോ? ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അല്ലേ? ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്. ഞാനത് എഴുതിയിട്ടില്ലല്ലോ, അത് ഞാൻ എഴുതിത്തരാം കേട്ടോ. ഇൻ പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം, പ്രോപ്പർലി എസ്റ്റാബ്ലിഷ്ഡ്, കറക്റ്റായിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് റെഡി ടു വർക്ക്. ഇനി നമുക്ക് വർക്ക് ചെയ്താൽ മാത്രമേ, സംഭവം ഒന്ന് ഇത് ചെയ്താൽ മതി. എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, സംഭവം ഇനി ഒന്ന് കയറി ഒന്ന് വർക്ക് ചെയ്താൽ മതി. ഈസ് എസ്റ്റാബ്ലിഷ്ഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. റെഡി അല്ലെങ്കിൽ റെഡി, എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ റെഡിയാണ്, സംഭവം റെഡി ആയിട്ട് ശേഷമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം എന്നുള്ള അർത്ഥമാണ് ഇൻ പ്ലേസ് കേട്ടോ. ഓക്കെ, അടുത്തത് 1920 നമ്മളെ 1920 ലോ എനേബിൾ ചെയ്തായിരുന്നു മെഷർമെന്റ്സ്. ഞാൻ പറഞ്ഞല്ലോ 1920 എനേബിൾ ചെയ്ത ലോ ആണ്. പണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. മെഷർമെന്റ്സ് എടുക്കാം, ഫിസിക്കൽ മെഷർമെന്റ്സ് എടുക്കാം നമുക്ക് അല്ലെ, ലൈക്ക് ഫോട്ടോഗ്രാഫ്സ് എടുക്കാം. എന്തിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്? മെഷർമെന്റ്സ് എടുക്കുന്നു കോൺവെക്സിൽ നിന്ന്. അവർ ഒരു പ്രിസൺ ടേം, ഒരു വർഷമോ അതിൽ കൂടുതലോ പ്രിസൺ ടേം ഉണ്ടെങ്കിൽ, കാലയളവുണ്ടെങ്കിൽ അവരുടെ നമുക്ക് മെഷർമെന്റ്സ് എടുക്കാം. അല്ലെങ്കിൽ അത് മാത്രമല്ല, എനി വൺ അറസ്റ്റഡ് ഓൺ ചാർജ് ദാറ്റ് അട്രാക്ട് സച്ച് എ പ്രിസൺ ടേം. അതുപോലെ ഒരു വർഷത്തോളം വേണമെങ്കിൽ കുറ്റം ചുമത്തപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ സെന്റൻസ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു തെറ്റ് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ മെഷർമെന്റ്സ് എടുക്കാം എന്നുള്ളൊരു കാര്യം ഇവിടെ പ്രാക്ടിക്കലി പോസിബിൾ ആയൊരു കാര്യമാണ്. ഓക്കെ, തേർഡ്ലി പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ പറയുന്ന ഒരു ബോണ്ട് ക്രിയേറ്റ്, ഗുഡ് ബിഹേവിയർ, പീസ് ബിഹേവിയറിലൊക്കെ ഉണ്ടെങ്കിൽ, തേർഡ് മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് വൺ ഹു ഹാസ് ഫേർണിഷ്ഡ്, ഒരാൾ ഫേർണിഷ് ചെയ്തിട്ടുണ്ട് a bond of good behavior and peace എങ്കിൽ അവരുടെ ഓക്കെ മെഷർമെന്റ്സ്. ഹവർ എന്നിരുന്നാലും ഈ ബില്ല് അനുസരിച്ച് പറയുന്നത് എന്താ വെച്ചാൽ, അപ്പൊ നമുക്ക് കുറച്ച് ആൾക്കാരിൽ നിന്ന് അത് ഈ ബില്ലിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ അവരെ വേണ്ടാന്ന് വെക്കാം, ചാർജ് വേണ്ടെന്ന് വെക്കാം കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം നല്ല ഇതിലുള്ളവരുടെ ആണെങ്കിൽ മെഷർമെന്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ അത് ഒന്നും ഡേറ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ല, നമുക്ക് കളയാം, ഡിസ്ട്രോയ് ചെയ്ത് കളയാം. പക്ഷേ ഈ ബില്ല് പറയുന്നത് വെച്ചാൽ നമ്മൾ ഏത് കോൺവെക്സ് ആണ്, പ്രിസണേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ക്രിമിനൽസ് ആയിട്ട് കൊണ്ടുവരുന്ന ആരും ആയിക്കോട്ടെ, അതിപ്പോൾ ഈ ലോഡ് അനുസരിച്ച് ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരാളെ നമ്മൾ കൊണ്ടുവന്നാലും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡിറ്റൻഷൻ ലോഡ് കാരണമായിട്ട് കൊണ്ടുവന്നാലും, ഇനി പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോഡ് ആയിട്ട് കൊണ്ടുവന്നാലും, അവരെല്ലാം ഈ പറയുന്ന മെഷർമെന്റ്സും അവരുടെ എല്ലാ ഡേറ്റയും ഇവിടെ സൂക്ഷിക്കപ്പെടും എന്നുള്ളതാണ് പ്രത്യേകത. ഫോർ എക്സാമ്പിൾ, ദർ ഇസ് എ പ്രൊവിഷൻ ബൈ വിച്ച് an arrested person not accused of an offense against woman or a child, or one that attracts a prison term of 7 years or more, may disallow the taking of samples. Not all detainees may know that they can indeed decline to let biological samples to be taken, and it may be easy for the police to ignore such refusal and later claim that they did not get the detainees' consent. The bill is controversial as the tendency to arrest activists, protesters, and even innocent people and invoke grave charges is on the rise. It would be the fitness of things if it is referred to a standing committee for deeper scrutiny before it is enacted into law. അപ്പോൾ ലോ ഇനാക്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ നമ്മളൊരു പ്രശ്നമുണ്ട്. അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർ ഇപ്പോൾ ചിലപ്പോൾ വിമനെതിരെ അല്ലെങ്കിൽ ചൈൽഡിനെതിരെ ഒരു ഒഫൻസ് ക്രിയേറ്റ് ചെയ്ത ഒരാളായിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ 7 വർഷത്തേക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷത്തേക്ക് തടവിലാക്കപ്പെടുന്ന ആളാന്ന് വിചാരിക്കാം.
അവർക്ക് വേണമെങ്കിൽ ഡിസലോ ചെയ്യാം, എൻ്റെ സാമ്പിൾ എടുക്കണ്ടെന്ന് ഡിസലോ ചെയ്യാം. അങ്ങനെ ഒരു പ്രൊവിഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം എല്ലാ ഡീറ്റെയിൽസ് അറിയണമെന്നില്ല, അവർക്ക് അറിയണമെന്നില്ല, അയ്യോ എനിക്കങ്ങനെ ഒരു അവകാശമുണ്ട്, എനിക്ക് എൻ്റെ സാമ്പിൾസ് എടുക്കണ്ട എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. സോ അങ്ങനെ അവർക്ക് ഡിക്ലൈൻ ചെയ്യാമെന്നുള്ള കാര്യം അവർക്ക് അറിയില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ പോലീസിനാണെങ്കിലും വേണമെങ്കിൽ നിർബന്ധിച്ച് ഫോഴ്സ്ഫുൾ ആയിട്ട് അവരോട് ഇവരെങ്ങനെ പറഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്തിട്ട് മൈൻഡ് ചെയ്യാതെ സാമ്പിൾസ് എടുക്കാം. എന്നിട്ട് പിന്നെ പറയും ഡിറ്റൈനിയുടെ കൺസെന്റിന്റെ കാര്യം നമ്മൾ ചോദിച്ചില്ല, അവർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. പിന്നെ വേണമെങ്കിൽ തട്ടിമുട്ടി നിൽക്കാം, വയലേറ്റ് ചെയ്യാം, അവർക്ക് ആ പ്രൈവസി വേണമെങ്കിൽ വയലേറ്റ് ചെയ്യാം. കാരണം ഒരു പ്രൈവസി പോളിസി നമുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബില്ല് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയ കാര്യമാണ്. ഫോഴ്സ്ഫുൾ ആയിട്ട് വേണമെങ്കിൽ അവർക്ക് സാമ്പിൾസ് എടുക്കാം. എൻ്റെ സാമ്പിൾ എടുക്കണ്ട എന്ന് എനിക്ക് പറയാനുള്ള അവകാശമുണ്ടെന്ന് പല പ്രിസണേഴ്സിനും അറിയത്തും ഉണ്ടാവത്തില്ല. കാരണം അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്, ആക്ടിവിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യാറുണ്ട്, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യാറുണ്ട്, ഈവൻ ഇന്നസെന്റ് പീപ്പിൾ വെറുതെ കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വളരെ ഗ്രേവ് ചാർജസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതൊക്കെ വളരെ ഈയിടെയായിട്ട് വളരെയായിട്ട് ഇൻക്രീസിങ് റേറ്റിൽ വരുന്നുണ്ട്. അനാവശ്യമായിട്ട് എല്ലാവരും നമുക്കെതിരെ നിൽക്കുന്നവരെ എല്ലാവരും നമുക്ക് അകത്താക്കാം എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അത് ഇൻക്ലൂഡ് ചെയ്ത് ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പോൾ അതിനൊക്കെ വരുമ്പോൾ വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കംപ്ലീറ്റ് ആണോ, അതിൻ്റെ അഡാപ്റ്റബിലിറ്റി നമ്മളൊന്ന് റെഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, വളരെ കറക്റ്റായിട്ട് ഡീപ്പായിട്ടുള്ള സ്ക്രൂട്ടിനിയുടെ ആവശ്യമുണ്ട്. എന്നിട്ടേ അത് അലൗ ചെയ്യാവുള്ളൂ, ഈ പറയുന്ന ലോ ഒന്ന് ഇനാക്ട് ചെയ്യാവുള്ളൂ എന്നാണ് നമ്മുടെ ആർട്ടിക്കിൾ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി അനലിറ്റിക്കൽ ഇൻ സ്ട്രക്ചർ. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവും എടുത്ത് ഇറ്റ്സ് ആൻ അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഇന്ന് നമുക്ക് കണ്ടത്. ഓക്കെ, ഓൾ റൈറ്റ്, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. ഓക്കെ, ശരിയാണോ? അതെ അക്ഷയ്, അതെ ഹരി, കറക്റ്റാ. നമ്മുടെ കോമഡി എന്ന് പറയുന്നത് വളരെ പൊക്കോണ്ടിരിക്കുകയാണ്. യെസ്, അതെ. വിൽസ്മിത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം, പിന്നെ പുള്ളിക്കാരിക്ക് സങ്കടമായപ്പോഴാണ്. കറക്റ്റാണ്. പോലീസ് ആൻഡ് ഗവൺമെൻറ് നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യും ഒരു പെർട്ടിക്കുലർ കേസ്. യെസ്, അത് തന്നെ. ക്ലിയർ ആയെങ്കിൽ ഒരു തംസപ്പ് ഇട്ട് എല്ലാവർക്കും. ഒരു ക്ലിയർ ആയെങ്കിൽ തംസപ്പ് ഇട്ടോ. അടുത്ത ദിവസം ക്വസ്റ്റ്യൻ നോക്കാം. ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ദ ക്രൈസിസ് ഇസ് സോ ഡീപ് ടു ഈവൻ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആർ റിപ്പോർട്ടഡ്ലി നോട്ട് പെയ്ഡ് ദെയർ സാലറീസ് ഓൺ ടൈം. ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ക്രൈസിസ് വളരെ ഡീപ്പാണ്. ഒഫീഷ്യൽസിന് എന്താണ് സാലറീസ് പോലും കിട്ടുന്നില്ല. അവർ അതങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒഫീഷ്യൽസിന് മര്യാദയ്ക്ക് സാലറി പോലും കിട്ടുന്നില്ല എന്നൊരു റിപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത്ര ഇതാണ് ഗവൺമെന്റ് ഒഫീഷ്യൽസിന് കിട്ടുന്നില്ല. അത്ര ഡീപ്പാണ് നമ്മുടെ ക്രൈസിസ്, വളരെ ഡീപ്പിൽ കിടക്കാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഇതും തരാമോ? ഇതിന്റെ ആൻസറും തന്നെ എല്ലാവരും പെട്ടെന്ന് നമുക്ക് പറയാം, പെട്ടെന്ന് നിർത്താം. ഓക്കെ, പറഞ്ഞോളൂ, ആൻസർ പറ. Crisis is so deep to even government officials are reportedly not paid their salaries on time. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. കോറിലേറ്റീവ്സ് ഉണ്ട്. 2 and 2, ഇതൊരു കോറിലേറ്റീവ് ആണ്. 2 and 2 plus v1, 2 plus 2 കോറിലേറ്റീവ് ആണ്. അതുപോലെ so and that, സെയിം മീനിങ് വരുന്ന സാധനമാണേ, സെയിം മീനിങ് വരുന്ന സംഭവമാണ്. ഇത് കോറിലേറ്റീവ് ആണ്, ഇത് കോറിലേറ്റീവ് ആണ്. ഇപ്പൊ സോയുടെ കൂടെ ഒരിക്കലും 2 ഇട്ട് കൊടുക്കരുത്, അത് തെറ്റും. ദ ക്രൈസിസ് ഇപ്പൊ ഇതിങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിലോ, ദ ക്രൈസിസ് ടു ഡീപ് ടു കഴിഞ്ഞാൽ v1 വരണം, അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇത് കറക്റ്റ് അല്ല. അപ്പൊ എന്ന് കൊടുക്കണേ 2 അങ്ങ് കട്ട് ചെയ്തേ, സോയുടെ കൂടെ ദാറ്റ് ഇട്ട് കൊടുത്താൽ മതി, സംഭവം ക്ലീൻ ആയി. നോക്കിയേ, ദാറ്റ് ഈവൻ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആർ, കാരണം ദാറ്റ് ഇട്ട് കൊടുത്താൽ എളുപ്പമാണ്. കാരണം അടുത്ത് വരുന്ന ഒരു പിന്നെ അതിന്റെ പുറകെ വരുന്നത് ഒരു ക്ലോസ് ആണ്. നോക്കുക, ഈവൻ ഗവൺമെന്റ് ഒഫീഷ്യൽസ് സബ്ജക്ട് ആൻഡ് വേർബ്. ഓക്കെ, ഇതൊരു ക്ലോസ് ആണ്. അപ്പൊ പിന്നെ ദാറ്റ് ഇട്ട് കൊടുക്കാൻ ധൈര്യമായിട്ട്. v1 ആണ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ എന്തിട്ട് കൊടുക്കണമായിരുന്നു? 2 ഇട്ട് കൊടുക്കണമായിരുന്നു. 2 ഇത് കുട്ട കറക്റ്റ് ആയിരുന്നു, പ്രശ്നമൊന്നുമില്ലായിരുന്നു. The crisis is so deep that even government officials are reportedly not paid their salaries on time. എറർ കിട്ടിയില്ല, ഇതാട്ടോ ഡെൻസി കാര്യം. സോ ദാറ്റും ഉണ്ട്, 2 ഉണ്ട്. 2 ആണെങ്കിൽ അതിനുശേഷം 2 ഇൻഫിനിറ്റ് വരണം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു correlative constructionsil പെടുന്നവയാണ്. And next one നോക്കി, here we go for the today's article with the error on today's error spotting. ഇതാണ് question. There is nothing wrong in building partnerships based in pragmatic realism. There is nothing wrong in building partnerships based in pragmatic realism. ഇതാണ് ഇന്നത്തെ question. നോക്കിക്കേ, ആൻസർ എനിക്ക് കോമന്റ് സെക്ഷനിൽ തരണം കേട്ടോ, മറക്കണ്ട.
സോ നമ്മുടെ ബാങ്കിങ് കോച്ച് ബാച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബാങ്കിങ് ഫൗണ്ടേഷൻ ബാച്ചാണ് യജ്ഞ. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇപ്പോൾ ഡബിൾ വാലിഡിറ്റി ഉണ്ട്. ഏപ്രിൽ 26 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്സുകൾ. 3 ക്ലാസ്സുകൾ ഡെയിലി പോകും, 1.5 മണിക്കൂറിൻ്റെ 3 ക്ലാസ്സുകൾ പോകും. അപ്പോൾ ESIC SSOയുടെ ടീം തന്നെയാണ്. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് മാത്രമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഓർക്കുക, ബാങ്കിങ് കോഴ്സിന് വേണ്ടി നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് ആൻഡ് നമ്മൾ ഇംഗ്ലീഷ് പ്രോ കോഴ്സ് നമ്മൾ ഏപ്രിൽ 19 ഈസ്റ്റർ കഴിഞ്ഞിട്ട് വരുന്ന പിറ്റത്തെ ദിവസമല്ല, ചൊവ്വാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഏപ്രിൽ 19 കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക. ഡബിൾ വാലിഡിറ്റി ഓഫർ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, സോ ജോയിൻ us ഓൺ ടെലിഗ്രാം ചാനൽ. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം മറക്കണ്ട. KPSC ഷോർട്ട് സെലക്ഷൻ ആണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് കോപ്പറേഷൻ ആൻഡ് സപ്പോർട്ട്. കീപ് സപ്പോർട്ടിങ്, കീപ് വാച്ചിങ്. ലൈവ് റെക്കോർഡ് കാണുന്നവർക്കും ലൈവ് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് തരാം. നമ്മുടെ വീഡിയോയുടെ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഫോം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഫീഡ്ബാക്ക് ഫോമിൽ കൊടുക്കുക. വിൽ ഇംപ്രൂവ് കേട്ടോ, ഇംപ്രൂവ് ചെയ്യാം എല്ലാ കാര്യങ്ങളും. ഓക്കെ, എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പുട്ട് ഫോർത്ത് ചെയ്യാം. ഓക്കെ, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കമന്റ് സെക്ഷൻ ആൻസർ മസ്റ്റ് ആണ്. സജഷൻസ് തരാം, ഡൗട്ട്സ് ചോദിക്കാം ആൻഡ് ഷെയർ ഇറ്റ് അമംഗ് ആസ് മെനി ആസ് പോസിബിൾ. മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, കൊളീഗ്സ്, സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയിൽ എല്ലാം എത്തിക്കാൻ ശ്രമിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ പരിഗണിക്കണം. ആൻഡ് Attendant 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ യൂസ് ആപ്പാണ്. നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ മോക്ക് ടെസ്റ്റുകൾ, ക്വിസസ് ഒക്കെ അവൈൽ ചെയ്യാം, പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ ബി ഹാപ്പി. താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. എൻജോയ് യുവർ ഡേ. അപ്പോൾ നാളെ രാവിലെ 9 മണിക്കാണ്.